കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ സമയത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട ദൈവമക്കൾ, ഒരുമിച്ച് ഈ ഒരു സൂം പ്ലാറ്റ്ഫോമില് കർത്താവിന്റെ വചനവുമായിട്ട് നിൽക്കുവാനായിട്ട് ദൈവം കൊച്ചായുസ് തന്ന ഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. പ്രിയ ഷാജി ഞാൻ ഓർപ്പിച്ചതുപോലെ ദൈവം നമ്മുടെ അതിരുകളെ വിശാലമാക്കുന്ന ദൈവമാണ്. നമുക്ക് സ്വന്തമായിട്ട് ആരെയും, എൻ്റെ ഒരു സ്വപ്നമായിരുന്നു 10 പ്രവർത്തനങ്ങൾ. അത് ദൈവം അതിലും ചോദിക്കുന്നതിന് നിലയ്ക്കുന്നതിനും അത്യന്തപരമായിട്ട് നടത്തുന്ന ദൈവം. എപ്പോഴെല്ലാം വിളിച്ചാലും എപ്പോൾ സംസാരിച്ചാലും ഞാനത് ആവർത്തിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. 100 കുടുംബങ്ങൾ, 10 പ്രവർത്തനങ്ങൾ. അപ്പൊ അങ്ങനെ ആ ഒരു ദർശനത്തിന്റെ സാക്ഷാത്കാരത്തിലേക്ക് കർത്താവ് കൊണ്ടുവരുമ്പോൾ എല്ലാ മഹത്വവും, എല്ലാ ബഹുമാനവും, എല്ലാ പുകഴ്ചയും അർപ്പിപ്പാൻ യോഗ്യനായ കർത്താവിന് മാത്രം അർപ്പിച്ചുകൊണ്ട് ചെറിയ ഒരു ചിന്ത പങ്കുവയ്ക്കുവാൻ കർത്താവിന് ശരണപ്പെടുകയാണ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഞാനൊരു ചെറിയ പ്രയാസത്തിൽ കടന്നു പോകുന്നൊരു സമയം ശാരീരികമാണ്. എന്തെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥന കൃത്യമായിട്ട് ചോദിക്കുന്നു. സങ്കീർത്തനം 119 130 വാക്യത്തില് ഒരു വചനമുണ്ട്. നിന്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദമാണ്, അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കും. The unfolding of your words gives light and it imparts understanding to the simple. വചനത്തിന്റെ പ്രകാശനം, വചനത്തിന്റെ വികാസനം, അൺഫോൾഡിങ്, അത് പ്രകാശപ്രദമാണ്. അത് നമുക്ക് പ്രകാശം പരത്തുന്ന ഒന്നാണെന്നാണ് വചനം പറയുക. സങ്കീർത്തനം 119 130 പറയുക. എനിക്ക് അത് വികാസനം, അത് അൺഫോൾഡിങ്, അത് നമുക്ക് പ്രകാശപ്രദമാണ്. അപ്പൊ ദൈവവചനമാണ് നമുക്ക് എന്നും പ്രകാശനം നൽകുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തെ നാം ഒരിക്കലും മറന്നു പോകാതെ വേണം തിരുവചനത്തിന് ചുറ്റാകെ നമ്മൾ ആയിരിക്കാൻ. സങ്കീർത്തനങ്ങളുടെ പുസ്തകങ്ങളാണ് ചിന്തയ്ക്ക് ആധാരം. 120 സങ്കീർത്തനത്തില് നമ്മൾ കാണുന്ന ഒരു വാക്കുണ്ട്, 120. അപ്പൊ ഈ സങ്കീർത്തനങ്ങളുടെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ എല്ലാ മനുഷ്യരും കടന്നു പോകുന്ന വഴിത്താരകളിൽ ഈ ദൈവവചനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ മനസ്സിലാക്കുന്നത്, ദൈവവചനം ഭയങ്കര യാഥാർത്ഥ്യമാണ്. എത്രയോ വർഷം മുമ്പാണ് കർത്താവിന്റെ വചനം എഴുതപ്പെടുന്നത്. അന്ന് കമ്പ്യൂട്ടർ യുഗമല്ല, ആണോ? അല്ല. അന്ന് കാളവണ്ടി യുഗമാണോ? അതുമല്ല. അപ്പൊ അതിനൊക്കെ മുമ്പ് എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനം ഇന്നും ഉത്തരാധുനിക ലോകത്തിന്റെ, പാശ്ചാത്യ ലോകത്തിന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും, ഒരുപക്ഷെ അത് ഒക്കെ നമ്മളെ മാടി വിളിച്ചത് കൊണ്ടല്ലേ. 2 തരത്തിലുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മളെ ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ യാത്രകളാണ്, എല്ലാവരും കുടിയേറ്റത്തിന്റെ ലോകത്താണ്. അതിന് 2 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് പുഷിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്, മറ്റൊന്ന് പുള്ളിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. പുഷിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ തള്ളിവിടുന്ന ഒന്നുണ്ട്, അവിടുന്ന് വലിക്കും. തള്ളിവിടുന്ന ഒരു കാര്യം ഇവിടെ നടക്കുന്ന നമ്മുടെ എന്താണ്, തൊഴിലില്ലായ്മ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഇത് നമ്മളെ ഈ കേരള അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തും തള്ളിവിടുന്നു. അപ്പുറത്തുനിന്ന് നമ്മളെ പലതും, അതിന്റെ സുഖ സൗകര്യങ്ങളും പലതും നമ്മളെ ആകർഷിക്കുന്നു. അങ്ങനെ പുഷിംഗ് ആൻഡ് പുള്ളിംഗ് ഫാക്ടേഴ്സ് എപ്പോഴും കുടിയേറ്റത്തിന് പല കാരണങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ പോകുമ്പോഴെല്ലാം നമ്മൾ ഓർക്കപ്പെട്ട കാര്യം, എത്ര ഉത്തരാധുനിക ലോകത്തും 2 കൈയിലും ഐഫോണിന്റെ 16 പ്രോ മാക്സ് പിടിച്ചുകൊണ്ട്, ഒരു കൈ മാക്കിന്റെ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് കൈ പിടിച്ചുകൊണ്ട്, സ്റ്റാർബക്സിന്റെ കോഫി ഇറക്കിക്കൊണ്ട് വരുന്ന പെൺകുട്ടിയും ബൈബിൾ വായിക്കുമ്പോൾ കരയുന്നത് എന്തുകൊണ്ടാണ്? ബൈബിൾ വായിക്കുമ്പോൾ കരയുന്നത് എന്തുകൊണ്ടാണ്? ബൈബിൾ വായിക്കുമ്പോൾ കരയുന്നത് ബൈബിൾ ദൈവവിശ്വാസി ആയതുകൊണ്ടാണ്. ഷേക്സ്പിയറിന്റെ ഒരു ഡ്രാമ വായിച്ചാലും കരഞ്ഞില്ലല്ലോ. പക്ഷെ ഇന്നും വേദപുസ്തകം നമ്മളെ ഇമ്പാക്ട് ചെയ്യുന്നത് എന്തുകൊണ്ട്? വേദപുസ്തകത്തിന്റെ ദൈവവിശ്വാസ്യതയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, അൺഫോൾഡിങ് ഓഫ് യുവർ വേർഡ് ഗിവ്സ് മീ ലൈറ്റ് ആൻഡ് ഗിവ്സ് മീ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഹും ഇറ്റ് വിൽ ഗിവ് അണ്ടർസ്റ്റാൻഡിങ് ടു ദ സിമ്പിൾ മൈൻഡ്. വളരെ തന്മയത്തോടെയും സാവധാനത്തോടെയും ഒക്കെ ദൈവവചനം ചുറ്റാകെ ആയിരിക്കുന്ന ഓരോരുത്തർക്കും ഇത് ജീവനാണ്, ചൈതന്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ആ അർത്ഥത്തില് നമുക്ക് ഈ വചനത്തെ ഒന്ന് ചിന്തിക്കുവാനായിട്ട് കഴിയട്ടെ. സങ്കീർത്തനം 120 പറയുന്ന ഒരു വാക്ക്, 6-ാം വാക്യം. സങ്കീർത്തനം 120:6. ഞാൻ ഇതൊരു വലിയ പ്രഭാഷണം എൻ്റെ മനസ്സിലില്ല, കാരണം ഞാൻ കുറച്ച് കാര്യങ്ങൾ കഥ പറയുന്ന പോലെ പറയാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇന്ന് അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ സമാധാന ദോഷിയുടെ പാർക്കുന്ന എനിക്ക് മതിയായി, എനിക്ക് മതിയായി. അതിന്റെ കാരണം, ഞാൻ സമാധാന പ്രിയനാണ്. അതുകൊണ്ട് എനിക്ക് മതിയായെന്നൊരു മലയാള വാക്കാണ് അവിടെ പറയുക.
Woe to me that I sojourn in Meshach. എനിക്ക് മതിയാകുന്നു, എനിക്കത് അയ്യോ കഷ്ടമാണ്, അതെനിക്ക് മതിയായി എന്ന് പറയുക. സംഗീതകാരൻ പറയുന്നത് എനിക്കത് മതിയായി. ഇത് 123 പറയുന്ന ഒരു വാക്ക് കണ്ടോ? 123:3. യഹോവേ ഞങ്ങളോട് കൃപ ചെയ്യണമേ, ഞങ്ങളോട് കൃപ ചെയ്യണമേ, ഞങ്ങൾ നിന്ന സഹിച്ച് മടുത്തുപോയി. അഹങ്കാരികളുടെ നിന്നയും സുഖ്യന്മാരുടെ പരിഹാസവും ഒക്കെ സഹിച്ച് ഞങ്ങളുടെ മനം ഏറ്റവും മടുത്തു പോയിരിക്കുക. വളരെ കൃത്യമായിട്ടാണ് അത് പറയുക. എല്ലാം സഹിച്ച് മടുത്തു എന്ന് പറയുക, മതിയായി മടുത്തു എന്ന് പറയുക. ഒരു പക്ഷേ ഇത് മനുഷ്യ ജീവിതത്തിൽ എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഈ മതിയായെന്നും മടുത്തു എന്നും ഒന്നും പറയാത്ത ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല ഒരിക്കലെങ്കിലും. ഇതൊന്നൊക്കെ അങ്ങനെയാണ്. ഇപ്പൊ ഈ ചിലപ്പോഴൊക്കെ ഭയങ്കര യോഗമൊക്കെ നടക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ 2 രീതിയിലാണ് ഇന്ന് യോഗങ്ങൾ നടക്കുന്നത്. സത്യത്തില് ഈ യോഗങ്ങൾക്കും ഒക്കെ ഇന്നൊരു പ്രശ്നമുണ്ടെന്ന് എനിക്കങ്ങ് തോന്നിപ്പോവാണേ. അതിന്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാല്, ഈ വേദപുസ്തകം പറയുന്ന ഒരു വാക്കുണ്ട്, ലോകമേതും അവര് എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ പറയുന്ന ഒരു വാക്കുണ്ട്, ചിലര് മരിച്ചവരെ ഉയർപ്പില്ല തിരിച്ചു കിട്ടി, ചിലര് സിംഹങ്ങളുടെ വായടച്ചു, ചിലര് യുദ്ധത്തിൽ ജയിച്ചു. പക്ഷെ വേറെ ചിലർ, അത് ഭയങ്കര ഒരു വാക്കാണ്, വേറെ ചിലർ. ഞാനിപ്പോ ഇങ്ങോട്ട് വരുന്ന വഴി ഞാനൊരു ഫിസിയോതെറാപ്പിക്ക് പോയിട്ട് വരിക. അപ്പൊ ഗ്രൂപ്പ് കൂടി ഞങ്ങളെ കുറെ സഹോദരന്മാർ ഈ വിഷയം ഡിസ്കസ് ചെയ്യാൻ. വേറെ ചിലർ, അതാണ് ഹയർ ഗ്രേഡ്. ഏറ്റവും നല്ല ഉയർപ്പ് ലഭിക്കേണ്ടതിന് ഉദാഹരണം കൈക്കൊള്ളാതെ പേരി പറ്റും. ആ വാക്യം അവര് ജടയാളികളുടെ ദൂരെ ധരിച്ചു, അവരെ വാളിനെതിയായി. ഏറ്റവും കൂടി പറഞ്ഞൊരു കാര്യം, ലോകം അവർക്ക് യോഗ്യമായിരുന്നു. അത് ഭയങ്കര ഒരു വാക്കാണ്. ലോകം നമ്മൾ പലപ്പോഴും ഇന്ന് ഈ സ്വപ്നങ്ങൾ, നമ്മുടെ യോഗങ്ങളൊക്കെ പലപ്പോഴും ഇല്ലാത്ത സ്വപ്നം കൊടുക്കുന്നുണ്ട്. വളരെ മര്യാദയ്ക്ക് നടന്ന ഒരു കൊച്ച്, അവന് +2 ഒക്കെ കഴിഞ്ഞപ്പോൾ അവനെ എവിടെയെങ്കിലും കയറിപ്പോയനെ. അപ്പൊ വന്ന പ്രവാചകരെല്ലാം അവനോട് ദൂത് പറഞ്ഞു, നീ മെഡിസിൻ പഠിക്കുന്നത് കാണാം. ഈ പാവം പിടിച്ച ചെറുക്കൻ എന്തോ ചെയ്തെന്നറിയാമോ? അവന് നീറ്റ് എഴുതാൻ പോയി. ആദ്യത്തെ പ്രാവശ്യം കിട്ടിയില്ല. ഈ ചെറുക്കൻ രണ്ടാമത്, മോനെ നല്ല കുഞ്ഞാ, എടുക്കനാ, രണ്ടാമത് നീറ്റ് എഴുതി, രണ്ടാമതും കിട്ടി, 2 വർഷം വെറുതെ പോയി. അപ്പൊ അവന്റെ അമ്മ ഞങ്ങളുടെ പ്രസിയോട് പറഞ്ഞു, എന്റെ ഭാര്യയോട് പറഞ്ഞൊരു കാര്യം, എന്റെ പൊന്നു മോളെ, വെല്ലുവിളിയിലെങ്ങാണ് നിന്നായിരുന്നെങ്കിൽ ഒരച്ഛനും വന്നിട്ട് +2 കഴിഞ്ഞ ചെറുക്കനോട് മെഡിസിൻ പഠിക്കുന്ന ദൂത് പറയും, മര്യാദയ്ക്കാവുമ്പോ ഏതെങ്കിലും കോഴ്സ് ചെയ്തത്. ചുമ്മാ നടന്നവരെ ഈ മോഹം കൊടുത്ത് നമ്മൾ ഈ ചിലപ്പോഴൊക്കെ ഈ വല്ലാതാക്കി കളയും. ഇതൊക്കെ ഒരു അപകടം പിടിച്ചൊരു കാര്യമാണ് ഒരർത്ഥത്തിൽ. അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാല്, ചുമ്മാ നടക്കുന്ന പിള്ളേർക്കൊക്കെ നമ്മൾ ചിലപ്പോൾ ഇല്ലാത്ത സ്വപ്നമൊക്കെ കൊടുക്കണം. അപ്പം ഈ ഇല്ലാത്ത സ്വപ്നങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഓർത്തോണം, ലോകം നമുക്ക് യോഗ്യമല്ലെന്ന് ഓർത്തോണം. എന്നാലും ഈ ലോകം യോഗ്യമല്ലെന്നുള്ളൊരു, ഈ ഞങ്ങളുടെ മുറ്റത്ത് സ്നാനക്കുളം ഉണ്ടായിരുന്നു. അപ്പൊ പണ്ട് പേട്ടയിലായിരുന്നു സ്നാനം നടന്നത്, എനിക്കത് ഓർമ്മയുണ്ട്. അപ്പൊ പേട്ട സ്നാനം നടന്നപ്പോ അന്ന് ചില എതിർപ്പുകളൊക്കെ ഉണ്ടാകുന്ന ഒരു ലക്ഷണമൊക്കെ. അപ്പൊ പിന്നെ നമ്മൾ ഇവരോട് ഫൈറ്റ് ചെയ്ത് നിൽക്കണം. അപ്പൊ അങ്ങനെ ഫൈറ്റ് ചെയ്ത് നിൽക്കേണ്ട എന്നുള്ള ഒരു ചിന്ത. പിന്നെ അന്ന് പേര് ഒത്തിരി പേര് രഹസ്യമായിട്ടൊക്കെ സ്നാനപ്പെടാം. അപ്പൊ അതുകൊണ്ട് മുറ്റത്ത് സ്നാനക്കുളം വെച്ചു. അപ്പൊ അന്ന് ഈ പമ്പ പുണ്യനദി ആയതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ ഒരു 1-2 ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകേണ്ട ഒരു പട്ടിക, അല്ലെ പിന്നെ നമ്മൾ ബലം പിടിക്കണം. അപ്പൊ ആ ഒരു സാഹചര്യത്തില് മുറ്റത്ത് സ്നാനക്കുളം പണിതു. മുറ്റത്ത് സ്നാനക്കുളം പണിത് കഴിഞ്ഞപ്പോഴും ആദ്യം സ്നാനപ്പെടണം നിർബന്ധം പിടിച്ചു കുറച്ച് പേരുണ്ടായിരുന്നു. അവരിപ്പം നിർബന്ധം പിടിച്ചു. ഈ പള്ളി പിരിയുന്ന ഒരു സമയമുണ്ട്, അതൊരു 9-10 മണിയാക്കാൻ പിരിയും. ഈ 10 മണിയാകുമ്പോൾ പള്ളി പിരിയുന്ന സമയത്ത് അവർ പറയും, ഇവിടെ നമുക്ക് പാട്ട് പാടി ആറ്റുകടയിലോട്ട് പോകും. അതൊരു യാത്രയായിരുന്നു. അത് ഒറ്റ ലൈനായിട്ടാണ് പോവുക. മുമ്പിൽ ഇങ്ങനെ സഹോദരന്മാര്, പുറകെ സഹോദരന്മാരെ, വേദോത്സവം തന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകും. പാടുന്നൊരു പാട്ടുണ്ട്, ലോകമേതും യോഗ്യമല്ല എനിക്കതാ, ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ, നാഥന് മുൾമുടി നൽകിയ ലോകമേ, നീ തരും പേരെനിക്ക് എന്തിനാ എന്ന് പാടിക്കൊണ്ട് പോകുന്നതിനകത്ത് ഭയങ്കര ഒരു ആവേശമുണ്ട്. പാടുന്ന സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. എന്നാലും ഈ യോഗയാത്രയിൽ നമുക്ക് ആകെപ്പാടെ പ്രത്യാശ നൽകുന്നത് കർത്താവിന്റെ വചനം, സന്തോഷം. അപ്പൊ അവിടെ ചിലപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ, ശ്രദ്ധിക്കണേ, ദൈവവചനം എല്ലാം കേട്ടിട്ട് ഇപ്പോൾ തീ പോലെ, ഞാൻ നെഗറ്റീവ് പറയല്ല കേട്ടോ, ഐ എം നോട്ട് എ നെഗറ്റീവ് പ്രീച്ചർ, അത് നിങ്ങൾ എന്നെ മനസ്സിലാക്കണം, ഞാൻ ഒരിക്കലും നെഗറ്റീവ് പ്രീച്ചറല്ല. തീ പോലെ ഇറങ്ങും, ഇതാ വരുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ വീട്ടിൽ ചെല്ലുമ്പോൾ യോഗം താമസിച്ചതിന് ഭർത്താവ് ഒന്നാക്കി പിടിച്ച് ഭിത്തിയെ ചേർത്ത് വെക്കും ഭാര്യ. ഇതൊക്കെ നമ്മുടെ സഭയുടെ അനുഭവങ്ങളാണ്. പാവം പിടിച്ച ഇച്ചിരി താമസിച്ച് പോകുമ്പോൾ പിടിച്ച് ഞെക്കുന്ന ഭർത്താവ്, പിന്നെ ഇറങ്ങി പോകുന്ന മോനെ, ഈ ഇത്രയും നേരത്തെ സന്തോഷം പോകും. അപ്പൊ പിന്നെ ഒരു കാര്യം തീരുമാനിക്കും, ആരാധിച്ച പ്രശ്നമാണ്, ആരാധിക്കാതിരുന്ന ഒരു കുഴപ്പമില്ല, അങ്ങനെ ഒരു തീരുമാനത്തിലേക്കാണ് എത്തി. ഈ ഒത്തിരി പ്രാർത്ഥിക്കുമ്പോഴാണ് പോരാട്ടം കൂടുന്നത്. ഒരു കുഴപ്പമില്ലെങ്കിൽ ഇതൊന്നും ഇല്ലല്ലോ എന്നുള്ള ഒരു
അത് ശരിയല്ല, ശരിയല്ല. അങ്ങനെ തീരുമാനത്തിലേക്ക് എന്തുകൊണ്ട് കാര്യം പെട്ടെന്ന് അങ്ങ് മടുത്തു. ഈ മടുത്തു പോകാത്ത മനുഷ്യരാ. ഞാൻ എപ്പോഴും ഈ വേദപുസ്തകത്തില് എന്റെ വീക്ഷണത്തിൽ അല്ലെങ്കിൽ എന്റെ ഒരു ധ്യാനത്തിൽ എളിയവനായി ഞാൻ കുറവുള്ള എനിക്ക് പലപ്പോഴും ഭയങ്കര ആവേശം നൽകുന്ന ഒരാളുണ്ട്. അത് ഏലിയാവാണ്. ഏലിയാവ് എനിക്ക് ഭയങ്കര ആവേശമാണ് നൽകുന്നത്. എന്നാ കാര്യം എന്നറിയാമോ? ഈ ഏലിയാവ് ഒരു ദിവസം ചെന്നിട്ട് പറഞ്ഞു, അത് ഈ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം, ഒരു പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്. തിഷ്പി എന്നുള്ള തിഷ്പിനായി ഏലിയാവ്. അല്ലാതെ അബ്രഹാം ഇസാഖിനെ ജനിപ്പിച്ചു, ഇസാഖ് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് ഇപ്പൊ നമ്മുടെ ഈ നിലമ്പൂർ ഇലക്ഷന് നിൽക്കുന്ന സ്വരാജ് പിന്നെ എന്താ പുള്ളിയുടെ പേര്, അദ്ദേഹത്തിന്റെ ഭയങ്കര ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഇതുണ്ട് ബൈബിള്. അപ്പൊ അതിനകത്ത് പുള്ളി പറയുന്നുണ്ട്, ബൈബിൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നിട്ട് പുള്ളി വളരെ ഇത്തിരി വർഷം മുമ്പ് അബ്രഹാം ഇസാഖിനെ ജനിപ്പിച്ചു, ഇസാഖ് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യഹൂദെ ജനിപ്പിച്ചു, യഹൂദ താമരൻ പാരസിനെയും സാരഹിനെയും ജനിപ്പിച്ചു. അത് പുള്ളി മൊത്തം ഇങ്ങനെ കാണാൻ പാടം പോയത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ വംശാവലിക്കകത്തൊന്നും പറയാനില്ലാത്ത ഒരു മനുഷ്യൻ കരുതുക തിസ്പി എന്നുള്ള തിസ്പിനായ ഏരിയ. അബ്രഹാം ഈ വംശാവലി ഒന്നും പറയാനില്ല, വംശശുദ്ധി ഒന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പുള്ളി എന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ട് മഞ്ഞും മഴയും പെയ്തത്, ഈ മഴയൊന്നും വേണ്ട. എന്റെ ഒരു ഭാവന, ശരിയാകാം തെറ്റാകാം, എന്നാലും എന്റെ ഭാവന ഇവരും ആഹാബും കൂട്ടി വെറുതെ ഇരിക്കത്തില്ല. അവര് കൃത്രിമമായിട്ടൊക്കെ മഴ പെയ്യിക്കാൻ വേണ്ടി മന്ത്രവാദികളുടെ ഒക്കെ സഹായം തേടി. അപ്പൊ മന്ത്രവാദികളെല്ലാം പറഞ്ഞ് മഴയെല്ലാം പെയ്യും. ഈ കൂടോത്രം മന്ത്രവാദവും അതിന്റെ തന്ത്രവിദ്യകളെല്ലാം നടന്നതിന്റെ അവസാനത്തെ അവർ പറഞ്ഞു മഴ പെയ്യിക്കാം, പക്ഷേ ഒരാളെ കിട്ടണം. ആരെയാ? ഒരുത്തന്നെ ഇതിൽ പൂട്ടി താക്കോലും കൊണ്ട് നടക്കുക. അതാരാ? ഏരിയാവ. അതാണ് ഈളെ തപ്പി നടന്നത്. കാരണം ഈളെ കയ്യിലില്ല താക്കോല്. ഈളെ പൂട്ടി താക്കോലും കൊണ്ടാണ് പോയി. ഈ പൂട്ടി താക്കോലും കൊണ്ട് പോയതുകൊണ്ട് പിന്നെ ഈളെ കിട്ടാൻ പാടാ. അപ്പൊ ഏലിയാവിനെ കാണുന്നില്ല. അവസാനം ഈളെ കിട്ടി. കിട്ടിയപ്പോ നീയാണ് കഷ്ടപ്പെടുന്നതൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഏലിയാവിന്റെ ചരിത്രം പഠിക്കുമ്പോഴേ രസകരമായ ഒരു ചരിത്രം കാണുന്നുണ്ട്. ഏലിയാവ് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ഈ കർമ്മേലി വരാൻ പറഞ്ഞു. കർമ്മേലി വന്നു. കർമ്മേലി വന്നിട്ട് എന്ത് ചെയ്തു? പാലിന്റെ 150 പ്രവാചകന്മാരും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഉച്ച വരെ ഞാൻ സമയം തരാം, ചെയ്തോളാൻ പറഞ്ഞു. ഉച്ച വരെ ഇവര് ഭയങ്കര ബഹളമാണ്. ഉച്ച വരെ. അവസാനം തീയൊന്നും ഇറങ്ങിയില്ല. തീ ഇറങ്ങാതിരുന്നപ്പോൾ ഏലിയാവ് വളരെ ലളിതമായിട്ട് പറഞ്ഞു, ഉറക്ക വെച്ചിവിടെ പിടിച്ചു, നിങ്ങളുടെ ദൈവം വെളിക്ക് പോയേക്കുമായിരിക്കും. അങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നത്, വേദം വായിച്ചാൽ മതി. ചിലപ്പോൾ ഉറക്കമായിരിക്കും, ചിലപ്പം അതുകൊണ്ട് ഉറക്ക വിളിക്കാൻ പറഞ്ഞു. ഉറക്കമായിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ കാണത്തില്ല, വിളിക്കാൻ പറഞ്ഞു. വിളിച്ചു, പക്ഷെ തീ ഇറങ്ങിയില്ല. പുള്ളി ഒരു ലളിതമായ ഒരു പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചു, ഞാൻ നിന്റെ ദാസനാണ്, ഞാൻ ഈ പറഞ്ഞൊക്കെ അങ്ങ് പറഞ്ഞിട്ടാ ചെയ്തെന്നൊക്കെ ഒന്ന് തെളിയിച്ചേക്കണം എന്ന് പറഞ്ഞു. സിമ്പിൾ പ്രയർ, ഇറ്റ്സ് എ വെരി സിമ്പിൾ. തീ ഇറക്കാനൊന്നും പറഞ്ഞില്ല, ഞാൻ നിന്റെ ദൈവദാസനാണെന്നൊക്കെ തെളിയിച്ചേക്കണം എന്നൊരു ലളിതമായ ഒരു പ്രാർത്ഥനയ്ക്ക് മുമ്പ് തീ ഇറങ്ങി. തീ ഇറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ കാണുന്നുണ്ട് ഈ മഴയുടെ ഒരു മേഘം കാണുകയാണ്. അപ്പൊ പുള്ളി പ്രാർത്ഥിക്കുന്ന ഒരു സ്റ്റൈലുണ്ട്, ഈ ഇങ്ങനെ ഇരുന്നിട്ട് തല മുഴങ്കാലുകൾക്കിടയിട്ട് പ്രാർത്ഥിച്ചു. അതൊരു യോഗ പോലത്തെ ഈ വയറ് പറയാൻ ഏറ്റവും നല്ലൊരു സംഭവമാണ്. തല എലിയ പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ നോക്കിയിട്ട് എനിക്ക് പാടായിപ്പോ, കാരണം എനിക്ക് ചെറിയ ഒരു നടുവിന് പ്രശ്നം. പക്ഷെ നല്ലൊരു പ്രാർത്ഥന, ബോഡി പോസ്റ്റർ, മുഴങ്കാലുമേ ഇട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇടയ്ക്ക് തല പൊക്കി നോക്കും, ഇടയ്ക്ക് പിന്നെ. അപ്പൊ അവസാനം ശിഷ്യം എന്ന് പറയുന്നുണ്ട്, കൈപ്പത്തി പോലെ ഒരു മേഘം വരുന്നു പറഞ്ഞു. ഈ കൈപ്പത്തി പോലെ മേഘം വരുന്ന പറഞ്ഞപ്പോൾ തന്നെ ആകാവ് രഥം കൂട്ടി ഒരൊറ്റ പോക്കാം. അപ്പൊ ഞാൻ ഈ ആകാവിനോട് ചോദിച്ചൊരു കാര്യമുണ്ട്, ഇത് ഈ മനുഷ്യനെല്ലാം പ്രാർത്ഥിച്ച് മഴയൊക്കെ പെയ്ച്ച് ഇളല്ലേ പറഞ്ഞ കൈപ്പത്തി വരുന്നു, ഇളെ കൂടെ കയറ്റിക്കൊണ്ട് പോകാനുള്ള മര്യാദ കാണിക്കണ്ടേ? അപ്പൊ ഈ ആകാവിന്റെ ഒരു ഹുങ്കുണ്ടായിരുന്നു. ഇവൻ നനഞ്ഞോട്ടം എന്നുള്ള ചിന്ത കാണാം. പുതുമഴയല്ലേ, ചിലപ്പോൾ മഴ പനിയും പിടിക്കും, ഇയാൾക്ക് പനി പിടിച്ച് കിടന്നോട്ടെ. അതിന് ആകാവ് ഒറ്റ പോക്കാണ്. ഈ പോകുന്ന വഴിക്ക് ആകാവ് ഇടയ്ക്ക് ചോദിച്ചു, എന്ത് ചെയ്യും, എങ്ങനെ പുറകിലെങ്ങനെ കാണുമെന്ന് പറഞ്ഞപ്പോ തേര് തളിക്കുന്ന ആള് താണ്ട് പോകുന്നു, മുമ്പിൽ പോകുന്നു. ആരാ? ഏരിയാവ്. ഈ മനുഷ്യനാണ് ഏരിയാവ്. ഏരിയാവ് താണ്ട് മുമ്പിൽ പോകുന്നുണ്ടോ. അതിന് എൻ്റെ ഒരു മെസ്സേജ് യൂട്യൂബിൽ കിടപ്പുണ്ട്, ഉണ്ടാകണം എന്നെ ചിന്ത. ആരെങ്കിലും ഒക്കെ ഇടുന്ന, എന്നാലും ഒഴിവാക്കുന്നവന്റെ മുമ്പിൽ ഓടിക്കുന്ന ദൈവം എന്നൊരു ഒരു ഒരു മെസ്സേജ് ഉണ്ട്. ഏരിയാവിനെ സത്യത്തിൽ ആകാബ് ഒഴിവാക്കി കൊണ്ടുപോയതാണ്. ആകാബിന്റെ മുമ്പിൽ ഇങ്ങനെ ഓടിപ്പോകുന്നു. അങ്ങനെ ഈ പോകുന്ന ഏരിയാവിനെ പിന്നെ നമ്മൾ ഒരു ദിവസം കാണുന്ന എവിടെയാണെന്ന് അറിയാം, ചൂരച്ചെടിയുടെ തണ്ടി വന്ന് കിടക്കുക, എനിക്ക് ചാകണം എന്ന് പറഞ്ഞു. ശരിക്കും ചാകണം എന്ന് പറഞ്ഞ മനുഷ്യനെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്തു സൈക്കോതെറാപ്പിക്ക് വിധേയപ്പെടുത്തിയാൽ ഇന്ന് എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായ ഒരു കാര്യമുണ്ട്. എന്നോട് ഒരു എനിക്കറിയാവുന്ന കൊച്ചുങ്ങൾ തൂങ്ങിച്ചെത്തു. എന്താണെന്നറിയോ? +1 റിസൾട്ട് എനിക്ക് സങ്കടമായി. എനിക്ക് അവന്റെ അപ്പനൊക്കെ ആയിട്ട് ഭയങ്കര ബന്ധമുള്ള +1 റിസൾട്ട് വരുന്ന രാവിലെ അമ്മ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുക. അമ്മയുടെ അവിടെ ചെന്നിട്ട് ഒരു ചെറിയൊരു ക്ലീനിങ് സ്റ്റാഫാ, ഒരു പാവം പിടിച്ചൊരമ്മ. അമ്മയെ വിളിച്ചുകൊണ്ട് പോയി കാറ്റിന് പോയി ഏത്തക്കാപ്പം മേടിച്ച് ചായ മേടിച്ച് കുടിച്ചു. എന്നിട്ട് അമ്മയ്ക്ക് ഉമ്മയും കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ലൈവ് ഇട്ടിട്ട് ഈ ചെറുക്കൻ തൂങ്ങിച്ചെത്തു. എന്നാ കാര്യം? +1 ലൈവ് ഇട്ട് കൂട്ടുകാർക്ക്. അതിന്റെ ഏറ്റവും വലിയ സങ്കടം എന്നാന്ന് ചോദിച്ചാല്, ഈ മൂത്ത അവനോ ഇവനും കൂടെ ഒന്നിച്ചാ കിടക്കുന്നത്. ഒരു ദിവസം പോലും രാത്രി മാറി കിടക്കത്തില്ല ചേട്ടൻ.
ആ അനിയൻ ലൈവ് ഇട്ടപ്പോൾ തന്നെ കൂട്ടുകാരെ വിളിച്ചു, അവൻ വന്നു, അവൻ അറുത്ത് വിടുമ്പോൾ ഇവന് ജീവനുണ്ട്. ഇപ്പൊ അതിലും വലിയ ട്രോമയാണ് മൂത്തവന്, കാരണം അവന്റെ കൈ കിടന്നാണ് ഈ ഇളയവൻ മരിക്കുന്നത്. എന്തിനാ ലൈവ് ഇട്ട് മരിച്ചു? എന്താ മരിച്ചെന്നറിയാം? +1 റിസൾട്ട് വരുമ്പോൾ തോറ്റുപോകും. അവന്റെ ഹിന്ദി ഒഴിച്ച് ബാക്കി എല്ലാത്തിനും തോറ്റുപോയി, അത് വേറെ സത്യം. ഇവനത് തോറ്റൊരു ആത്മഹത്യ തന്നെ, സൂയിസൈഡ് ടെൻഡൻസി. ഇതിപ്പോ ഇന്ന് കൂടുകയാണ്. നമ്മൾ വളരെ കൃത്യമായിട്ട് ഈ സോഷ്യോളജിക്കൽ ഫാക്ടേഴ്സ് ഒക്കെ അനലൈസ് ചെയ്യണം. ഞാനത് പൗർണശ്രീ കാര്യം പ്രസംഗിച്ചത്, കാരണം ഞാൻ പറയാൻ കാര്യം എന്താ ചോദിച്ചാൽ, ഞാനൊരു കൊച്ചിനെ എൻ്റെ അപ്പനോട് പറഞ്ഞു ഞാൻ തൂങ്ങിച്ചാകും. ഞാൻ നിങ്ങളെ എല്ലാവരും പാടും, ഞാൻ നോക്കിയോ, ഞാനിപ്പം തൂങ്ങി വളരെ ചെറുപ്പത്തില്ല. അപ്പൊ എൻ്റെ അപ്പ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, മോൻ എങ്ങനെയാ ചാകാൻ പോകുന്നത്? ഞാനൊരു പന്ന കയറ് കൊണ്ട് കൊടുത്തിട്ട് ഇത് ഞാൻ ഇവിടെ കെട്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചാടും. എൻ്റെ അപ്പ എന്നോട് പറഞ്ഞു തരണ്ട, എടാ പൊണ്ണത്തടിയാ, എടാ തടിയാ, എടാ തടിയാ. അപ്പൊ എനിക്കെന്നാ എടാ പൊണ്ണ, എടാ പൊട്ട, എടാ നീ ഇവിടുത്തെ കയറിയ ഈ കയറ് പൊട്ടിപ്പോത്തില്ലേ, ഈ തടിയനെ ഇത് പഴയ കയറ്. അപ്പൊ നീ ഒരു കാര്യം ചെയ്യും, നീ പോയിട്ട് നല്ലൊരു കയറ് കൊണ്ടുവന്നിട്ട് ഇവത്തെ വേണം ചാകാൻ. അപ്പൊ നീ ചത്തോളും, അല്ല നീ പൊട്ടി വീഴും, നീ ചാകത്തുമില്ല, പിന്നെ ഇങ്ങനെ കിടക്കുകയും ചെയ്യും, അല്ലെ പിന്നെ ചത്താലും മോന്ത ഇടിച്ച് വീഴും. അപ്പൊ പിന്നെ നല്ലൊരു അടക്കം കിട്ടും. അപ്പൊ അതുകൊണ്ട് നീ കയറല്ല ചാകാം, നല്ല കയറ്. ധൈര്യം ഉണ്ട് ഇന്നത്തെ പിള്ളേർക്ക് കൊടുക്കാൻ, കയറ് കൊണ്ട് കൊടുക്കരുത് കേട്ടോ. കാരണം ഈ ചാകും എന്ന് പറയും സ്ഥിരമായിട്ട് പറയുന്നവരെ ഒന്നീ കൗൺസിലിങ്ങിന് കൊണ്ടുപോകണം, അവരുടെ പ്രശ്നം അനലൈസ് ചെയ്യണം. കാരണം അവർക്കൊരു സൂയിസൈഡ് ടെൻഡൻസി ഉണ്ട്. അപ്പൊ ഞാൻ ഈ ഏരിയ ചത്താൽ മതി എന്ന് പറയുമ്പോൾ ഇയാൾക്ക് എന്താണ് പ്രശ്നം? ഈ വലിയ മനുഷ്യന്, ഇത്രയും വലിയ വെല്ലുവിളിയൊക്കെ നടത്തിയ മനുഷ്യന് സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടായെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഈ സൂയിസൈഡ് ടെൻഡൻസി ഒരുതരം വിഷാദത്തിന്റെ ഡിപ്രഷനാണ്, പെട്ടെന്നുണ്ടായ പാനിക് അറ്റാക്കാണ്. സൂയിസൈഡ് ടെൻഡൻസിയാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. സൂയിസൈഡ് ടെൻഡൻസി ആർക്കും ഉണ്ടാകും, ഏത് സമയത്തും ഉണ്ടാകും. അത് എത്ര ഭക്തനും ഉണ്ടാകും കേട്ടോ. കാരണം മനുഷ്യരെല്ലാം ഈ അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ളവര്. അതുകൊണ്ടാണ് പൗലൂസ് പറയുന്നത്, 3-ാം സ്വർഗത്തോളം പോയ മനുഷ്യൻ പറയുന്നത് എന്താ? നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും അതിന് സമ്മതിക്കുന്നില്ല. ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിളിക്കപ്പെട്ടവൻ, എന്നെ കൊണ്ട് ഒക്കുന്നില്ല, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്നൊക്കെ പറയാൻ കാര്യമല്ല. നമ്മൾ ഈ ഫോളൻ ഹ്യൂമൻ ബോഡിയിലാണ്. നമ്മൾ ഈ ഫോളൻ ഹ്യൂമൻ ബോഡി ജീവിക്കുമ്പോൾ ഈ സകല അപ്സ് ആൻഡ് ഡൗൺസ് നമുക്കുണ്ടാവും. സകല അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. ചിലരൊക്കെ ഭയങ്കര ലെജൻഡറി ഫിഗേഴ്സ് ഒക്കെ നമ്മൾ ഒരു സ്റ്റേജിലൊക്കെ നിന്ന് തകർക്കുമ്പോൾ എന്തുമായിരിക്കും. സ്റ്റേജിലൊക്കെ ഇന്ന് നമ്മൾ ഭയങ്കര പ്രസംഗമൊക്കെ പ്രസംഗിച്ച് ഇറങ്ങി വരുമ്പോൾ, ഞാൻ ഉദാഹരണം പറയും, എനിക്കറിയാവുന്ന ഒരു ദേവദാസ് എന്നോട് ഒരു സംഭവം പറഞ്ഞു. അതിൽ ഭയങ്കര ടിപ്പിക്കലായിട്ട് ഒരു രസം പിടിച്ചൊരു സംഭവം. പുള്ളിക്കാരന് ഭൂതശാന്തി ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളി ഒരു ദിവസം ഭൂതം ഇറക്കാൻ പോയപ്പോൾ ഒരു ടിപ്പിക്കൽ ഭൂതം വന്നു. നിങ്ങൾ കാണാത്ത ഒരു ഭൂതമാണ്. ശരിക്കും ഒരു ഭൂതത്തെ കണ്ട ഭയങ്കര രസമാണ് ഭൂതശാന്തി ഒക്കെ നടന്നത്. ഞാൻ എന്തെല്ലാം ടൈപ്പ് ഭൂതത്തെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ പപ്പായ്ക്ക് ഭൂതം ഇറക്കുന്ന പരിപാടിയുണ്ട്. ഒരു രസകരമായ ഭൂതം, നാക്ക് നീട്ടുന്ന ഭൂതം, ചിരിക്കുന്ന ഭൂതം, മിണ്ടാതിരിക്കുന്ന ഭൂതം, പിന്നെ തുണി കൊടുക്കുക, വാരി വാരി സാരി ചുറ്റുന്ന ഭൂതം, സ്വാരി വലിച്ചു പറിച്ച് പറയുന്ന ഭൂതം, എന്തെല്ലാം ടൈപ്പ് ഭൂതത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഏതായാലും ഈ ഈ ഈ പറഞ്ഞ മനുഷ്യൻ എന്നോട്, ഈ ദിവസം എന്നോട് പറഞ്ഞു, പുള്ളി ഇറങ്ങിയ ഭൂതം എന്ന് പറഞ്ഞാൽ ചിരിക്കുന്ന ഭൂതമാണ്. ചിരിക്കും, നല്ലപോലെ ചിരിക്കും. പുള്ളി ലൈറ്റെ നോക്കി ചിരിക്കുമ്പോൾ ലൈറ്റിന്റെ വീഴ്ച അടിച്ചു. പുള്ളി ട്യൂബെ നോക്കി ചിരിച്ചപ്പോൾ ട്യൂബ് അടിച്ചു പോയി. പുള്ളി നോക്കുന്ന ലൈറ്റെല്ലാം അടിച്ചു പോകും. അപ്പം അവിടെ ഇരുട്ടായപ്പോ എന്തോ ചെയ്തു, അവരൊരു ഈ എന്താണ് എമർജൻസി ലാമ്പ് കൊണ്ടുവച്ചു. അവത്തെ നോക്കി ചിരിച്ചു, അത് അടിച്ചു പോയി. അപ്പോൾ ഒരുത്തർ ഓടി പോയി ഒരു പെട്രോൾ മാക്സ് കത്തിച്ചു വെച്ചു, അതിനെ നോക്കി ചിരിച്ചു, മാറ്റിലടിച്ചു പോയി. അപ്പൊ പുള്ളി ചിരിക്കുന്നതെല്ലാം അടിച്ചു പോയി. അങ്ങനത്തെ ഒരു ഭൂതം. ഈ ഭൂതത്തെ പുള്ളി ഇറക്കി വിട്ട് കഴിഞ്ഞപ്പോൾ, ഇറക്കി വിട്ട ഭൂതത്തെ പുള്ളി സ്വന്തമാക്കി ആ വ്യക്തി സ്വന്തമായിട്ട് വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യയും അമ്മയും കൂടെ, അതായത് അമ്മായിമ്മയും മരുമോളും കൂടെ, സ്വന്തം ഭാര്യയും അമ്മയും കൂടെ വഴക്കുണ്ടാക്കിയിട്ട് ഭാര്യ കെട്ടിപ്പറക്കി വീട്ടിൽ പന്തിക്കുക. ഈ ഭൂതത്തെ ആരെ ഇറക്കി വിടും? അമ്മയുടെ ഭൂതത്തെ ഇറക്കണം, ഭാര്യയുടെ ഭൂതത്തെ ഇറക്കണം. അതുകൊണ്ട് പുള്ളി പോയിട്ടുണ്ട് പറഞ്ഞു, എടാ ഞാൻ എന്റെ ദൈവാസനം, ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ഭൂതം ഇറക്കിയാല് ഞാൻ ആ ഭൂതത്തോട് പറയും, നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു ശാന്തമായിരിക്കുക, നിശബ്ദമായിരിക്കുക. കാരണം ഇവിടെ ഇളകി അവിടെ ഇളകും, ഇവിടെ ഭൂതം ഇളകുമ്പോൾ അവിടെ ഇളകും. ആ ഭൂതത്തെ ആരിറങ്ങി. അപ്പൊ ഈ വലിയ പ്രശ്നം എല്ലാം നടന്നാലും വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ചിലപ്പോൾ ഇതുണ്ടാകുമ്പോൾ എന്താ പറ്റും? നമ്മുടെ ഉള്ള ബലം പോകും. ഇതെല്ലാം മനുഷ്യർക്ക് ഉണ്ടാകുന്നതല്ലേ? ഇതല്ലേ മനുഷ്യൻ? സത്യത്തിൽ ഇതല്ലേ മനുഷ്യൻ? ഈ മനുഷ്യരെല്ലാം മടുത്തു. അപ്പോഴാണ് സംഘത്തക്കാരൻ പറയുന്നത്, എനിക്ക് മതിയായി, എനിക്ക് മടുത്തു. ഈ ഒരു ഫേസിൽ കൂടെ പോകാത്ത ക്രിസ്തീയ ജീവിതം ഉള്ള ആരാ ഉള്ളേ? നമ്മൾ ഭയങ്കര ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ വി ആർ ഓൾ അബൌട്ട് ഹ്യൂമൻ ബീങ്സ്. നമ്മളെല്ലാം മനുഷ്യരല്ലേ. അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ ജീവിക്കുന്ന ഈ ശരീരത്തിലല്ലേ. ശരീരത്തിന് ഇതുവരെ പൂർണ്ണ രൂപാന്തരം വന്നോ? ഇല്ല. അതിന് പേര് ഫുൾനെസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്ന കർത്താവിന്റെ വരവെങ്കിൽ അതുവരെ നമ്മളൊരു പ്രൊസീജിയറിന്റെ ഭാഗത്താണ്. അപ്പൊ ഇവിടെ നമ്മൾ മടുത്തു. ഈ സംഗീതകാരനും മടുത്തു പോയ സംഗീതകാരൻ സംഗീതം 124 പറയുന്ന ഒരു വാക്കാണ്
എന്നെ ബലപ്പെടുത്തി. ഞാൻ ഒരു 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 വല്ലാത്ത ഫേസിൽ കൂടെ ഒക്കെ എത്രയോ വട്ടം കടന്നുപോയി. ഈ ദിവസങ്ങളിൽ കുറച്ചുകൂടെ ഒക്കെ ഒരു പ്രയാസം കൂടെ ഒക്കെ കടന്നു. അപ്പോഴൊക്കെ ഇത് പഴയ ഒരു എൻ്റെ ഒരു സന്ദേശമാണെങ്കിൽ എന്നെ കുറച്ച് ചിറക് വെച്ചു, ജീവൻ വെച്ചു. കാരണം അത് എന്നോട് സംസാരിക്കുന്നത് നമ്മുടെ നമ്മുടെ ചില അനുഭവങ്ങളിൽ ദൈവവചനം, അതുകൊണ്ടാണ് നിന്റെ വചനത്തിന്റെ വികാസം എനിക്ക് പ്രകാശപ്രദമാണ്. പ്രിയരെ, 124 പറയുന്ന ഒരു കാര്യം ഇപ്പം അടുത്തിരിക്കുകയാണ്. 124 പറയുന്ന കാര്യമുണ്ട്. ഇസ്രായേൽ പറയേണ്ട എന്തെന്നാൽ യഹോവ എന്റെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ, അവിടെയാണ് എന്റെ പ്രത്യേകത. യഹോവ എന്റെ പക്ഷത്ത് ഇല്ലായിരുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ. യഹോവ എന്റെ പക്ഷത്ത് ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചത്? അവിടെയാണ് എന്റെ പ്രശ്നം. ഇല്ലായിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ നമുക്ക് മനുഷ്യന് കാലങ്ങളുണ്ട്, ഭാവിയുണ്ട്, ഭൂതമുണ്ട്, വർത്തമാനമുണ്ട്. ഭാവി കാലം, വർത്തമാനകാലം, ഭൂതകാലം, പിന്നെ കണ്ടിന്യൂസ് ടെൻസസ് ഒക്കെ ഉണ്ടെങ്കിലും പ്രധാനമായിട്ടും ഈ 3 കാലങ്ങളാണ്. അപ്പൊ ഇവിടെ സംഗീതകാലം മടുത്ത മനുഷ്യൻ, മനം മടുത്തു പോയവൻ ഒരു ജഡ്ജിൽ നിന്നുകൊണ്ട് പറയാണ് യഹോവ എന്റെ പക്ഷത്ത് ഇല്ലായിരുന്നു. എല്ലാവരും വാക്കെന്ന് പറഞ്ഞേ, യഹോവ എന്റെ പക്ഷത്ത് ഇല്ലായിരുന്നു, യഹോവ എന്റെ പക്ഷത്ത് ഇല്ല. ഇതെപ്പോഴും ഓർക്കണം, യഹോവ എന്റെ പക്ഷത്ത് ഇല്ലായിരുന്നു. എന്നിട്ട് എന്താ പറയുന്നത്? ഇല്ലായിരുന്നെങ്കിൽ, മനുഷ്യൻ നമ്മോട് എതിർത്തപ്പോൾ യഹോവ എന്റെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ, അവിടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ യഹോവ എന്റെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ എന്തോ ചെയ്യായിരുന്നു? വെള്ളം നമ്മെ ഒഴുകിക്കളയുക. പൊങ്ങിയിരുന്ന വെള്ളം നമ്മുടെ മീതെ കവിയുമായിരുന്നു. എന്നാൽ അവരുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കാതെ വേട്ടക്കാരന്റെ കണിയിൽ തന്നെ രക്ഷിച്ച ഒരു ദൈവമാണ്. യഹോവ എന്റെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ, അർത്ഥം ഇന്നലകളിൽ ഞാൻ വന്നപ്പോൾ ദൈവം എന്റെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ ഞാൻ എനിക്ക് എന്താ സംഭവിച്ചത്? ഈ ദൈവം ഉണ്ടായിരുന്നോണ്ടല്ലേ. നമ്മളിത് അറിയുന്നില്ല. വലിയ വെള്ളമൊക്കെ, ഈ വെള്ളത്തിന്റെ ഒരു പ്രത്യേകത, കാറ്റും വെള്ളമൊക്കെ വരും, കാറ്റും പോകും. സുനാമി എന്ത് ചെയ്യും? ഇന്തോനേഷ്യയിൽ ആരംഭിച്ച സുനാമി ഇപ്പൊ എന്ത് ചെയ്യും? അവിടെ കണ്ട് പാർത്തിരിപ്പുണ്ടോ? സുനാമി വന്നു, സുനാമി പോയി. ഓക്കി വന്നു, ഓക്കി പോയി. അമേരിക്കയിലൊക്കെയാണ് എന്തെല്ലാം, ആൻഡ്രു വന്നു, കത്രീന വന്നു, റീത്ത വന്നു, എല്ലാം എന്ത് പോയി. വീണ്ടും നമ്മളിവിടെ അല്ലേ? എന്തുകൊണ്ടാ? ഈ വെള്ളം വരും, വെള്ളം പോകും. മടങ്ങി വരാത്ത കാറ്റ് എന്നൊരു വാക്കുണ്ട് വേദപുസ്തകത്തിൽ. മടങ്ങി വരാത്ത കാറ്റ്. കാറ്റ് വരും, കാറ്റ് പോകും. പക്ഷെ കാറ്റ് ഒരിക്കലും മടങ്ങി വന്നിട്ടില്ല. ഏതെങ്കിലും കാറ്റ് തിരിച്ചു വന്നിട്ടുണ്ട്? എന്നിട്ട് ഈ കാറ്റ് വന്ന് എന്തെല്ലാം മരം വീണു, എന്തെല്ലാം വീട് പോയി, മേപ്പൂര് പോയി, അത് പോയി. എന്നിട്ട് നമ്മൾ ബാക്കി നിൽക്കുന്നത് എന്തുകൊണ്ടാ? യഹോവ എന്റെ പക്ഷത്തുണ്ടായിരുന്നു, യഹോവ എന്റെ പക്ഷത്തുണ്ടായിരുന്നു. അപ്പം ഏത് പ്രതിസന്ധിയിലും നമ്മൾ ഓർക്കപ്പെട്ട ഒരു കാര്യം, ദൈവം എന്റെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ദൈവം എന്റെ കൂടെ. ഞാൻ ഈ ദിവസം എനിക്ക് ഇഷ്ടംപോലെ ചിന്തിക്കാൻ ഒരു സമയം കിട്ടിയപ്പോൾ ഈ വാക്യത്തിന് എനിക്ക് ചിറക് മുളച്ചു. അത് ജീവൻ വെക്കുക. അതായത് ഈ വചനം ജഡമായി തീർന്നുള്ള ക്രിസ്തു വചനം, ക്രിസ്തു വചനം ഇൻകാർണേറ്റഡ് വേർഡ് ഓഫ് ഗോഡ്. വചനം ജഡമായി തീർന്നു. ഗോഡ് ബിക്കം, വേർഡ് ബിക്കം ഫ്ലഷ്. ഈ വേർഡ് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഫ്ലഷ് തരും, മാംസം തരും. അപ്പോഴാണ് അത് ജീവനായിട്ട് മാറും. ഏതാ? വചനം ജഡമായി. അത് ക്രിസ്തുവാനുഭവം ആണെങ്കിൽ ഓരോ ദിവസവും ഒരു വാക്യം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ജഡാവതാരം എടുക്കും. അതിന് ജീവനൊക്കെ വെക്കുമ്പോഴാണ് നമുക്ക് വചനം വചനമായിട്ട് മാറും. അത് എഴുതപ്പെട്ട ഒരു വാക്യത്തിനപ്പുറത്ത് അത് ജീവനായിട്ട് മാറും. യഹോവ എന്റെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചത്? ഞാനിപ്പോ ഇരിക്കുന്ന ഈ നമ്മുടെ എന്നെ അറിയാവുന്നവരുണ്ട്, ഈ സ്ഥലം അറിയാവുന്നവരുണ്ട്. നമ്മുടെ പള്ളിഭാഗത്തെ ചർച്ചിന്റെ താഴത്തെ ഒരു ഓഫീസിലാണ് ഞാൻ ഇരുന്നുകൊണ്ടാണ് ഈ എളിവൻ ഈ ശുശ്രൂഷ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുക. ഈ ഇതിന്റെ ഒരു സ്കെൽറ്റൻ ഉണ്ടായിരുന്ന ഒരു സമയത്ത്. അപ്പൊ ആ സമയത്ത് എന്റെ കൂടെ തിരുവനന്തപുരത്ത് വന്ന ഒരു ഡ്രൈവർ, ഒരു വാഹനം പിടിക്കാൻ വേണ്ടി നല്ലൊരു കൊച്ചു, നമ്മുടെ അവിടുത്തെ സഭയിലെ ഒരു വിശ്വാസി. അപ്പൊ അവന്റെ പറഞ്ഞ അദ്ദേഹത്തിനോട് ഞാൻ പോരട്ടെ എന്നൊക്കെ ചോദിച്ചു. അന്ന് പപ്പായും ഉണ്ട്, എന്റെ കൂടെ മഹേഷ് എന്ന് പറഞ്ഞ അവന്റെ മോൻ. അവർക്ക് അറിയാതെ സംഭവം. ഈ മഹേഷ് വണ്ടി ഓടിക്കാൻ വേണ്ടി വന്നു കേട്ടോ. അങ്ങനെ മഹേഷ് കല്യാണം കഴിച്ചു. വലിയ കുഴപ്പം, ഇവന് വലിയ കുഴപ്പമൊന്നുമില്ല തീർക്കും. അപ്പൊ അവൻ ഒരു ദിവസം എന്നോട് പറഞ്ഞാ കല്യാണം കഴിച്ചുകൊള്ളാം. അവനെ അപ്പം മാസത്തിൽ 2-3 പണ്ടൊക്കെ പോകും. അമ്മയുടെ കൂടെ നിൽക്കാനൊക്കെ പാടാം. അപ്പൊ അവളെന്നെ അസ്വസ്ഥയാണ്, ഞാൻ എന്തോ ചെയ്യണം. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചപ്പോ, ചേട്ടാ മക്കളില്ല, നിങ്ങൾ രണ്ടും തന്നെയല്ലേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യും, ഞാൻ നിങ്ങൾക്ക് ഒരു ഫേവർ ചെയ്ത് തരാം. ഞാൻ ഈ താഴത്തെ ഇപ്പൊ ഞാൻ ഇരിക്കുന്ന ഈ ഓഫീസ് റൂം, അന്ന് ഓഫീസല്ല, അതിന്റെ സ്കെൽറ്റൻ, ഇത് ഞാൻ പെട്ടെന്ന് ഒരു കാര്യം ചെയ്യും, ഞാൻ അത്യാവശ്യം വീട്ടിലേക്ക് അടിച്ചു ഞാൻ 2 കട്ടനൊക്കെ ഇട്ട് തരാം. അപ്പൊ അവർക്ക് ഇവിടെ താമസിക്കാം, തൊട്ടടുത്ത് തന്നെ റെസ്റ്റ് റൂം എല്ലാം. അപ്പൊ ഒരു ഗുണമുണ്ട്, ഇൻ കേസ് ഞാൻ വരാം, ഞങ്ങൾ രണ്ടും കൂടെ പോയാൽ രാത്രി 1 മണി 2 മണിക്കൊക്കെ വരും. അപ്പൊ ഞാൻ വരാൻ താമസിച്ചാല് അവൾക്ക് വീട്ടിൽ കയറിയിരിക്കുക. അപ്പൊ അവളെ പേടിക്കണ്ട. അല്ലെങ്കിൽ ഒരു കൊച്ചു പെണ്ണ് നമ്മൾ വാടക വീട് എടുത്താൽ പിന്നെ അവളെ കൊണ്ടുപോയി വിടുത്താം, നമ്മളത് പാടായിട്ട് വരും എന്നെല്ലാം പറഞ്ഞ് അവൾക്ക് പിന്നെ അങ്ങനെ ഇവിടെ വന്നു താമസമായി. എന്റെ പൊന്നെ പ്രിയമുള്ളവർ, ഈ പെണ്ണ് ഒരു 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 പെൺപിള്ളാരുടെ കൊച്ചു പെണ്ണ.
അപ്പൊ അവളെന്തോ ചെയ്യുന്നറിയോ, ഞങ്ങൾ രണ്ടും കൂടെ വണ്ടി പോകുമ്പോൾ ഓരോ 5 മിനിറ്റ് പറ്റി ഇവനെ വിളിക്കും, ചേട്ടാ 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 ചേട്ടാ. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, ഇടി ഒരു കാര്യം എന്റെ പൊന്ന് വെച്ച്, എനിക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഫോൺ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഡ്രൈവറെ വെച്ചത്. ഒരു കാര്യം ചെയ്യ്, ഇനി നിന്റെ ചേട്ടൻ വണ്ടി ഓടിക്കും, ഞാൻ വണ്ടി ഓടിക്കാം, അവൻ ഫോൺ വിളിക്കാം, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? 24 മണിക്കൂർ ഈ ചേട്ടാ ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വണ്ടി ഓടിക്കും, വണ്ടി ഓടുന്നത് കാരണം അവൻ. അതുകൊണ്ട് വണ്ടി ഓടിക്കുമ്പോൾ വിളിക്കരുത്, അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം, ഞാൻ ഫോൺ കൊടുക്കും. ഇതെല്ലാം പറഞ്ഞാൽ ഈ കുട്ടി ഒരു കൊച്ചു പെണ്ണിന്റെ ഒരു പ്രശ്നം എന്തായാലും ആട്ടെ. അപ്പൊ ആ സമയത്ത് എന്റെ പപ്പ ഒരു വെളിപ്പാട് കണ്ടേ. ഇപ്പൊ ഈ വെളിപ്പാടിന്റെ കാര്യം പറഞ്ഞുകൊണ്ടൊക്കെയാ ഞാനിത് പകരം ഓർത്ത് സംസാരിക്കുകയും ചർച്ച വെള്ളിയാഴ്ച പറയുകയും ചെയ്തുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പൊ പപ്പ ഒരു വെളിപ്പാട് കണ്ടു. താഴത്തെ ഈ ഓഫീസിന്റെ വാതുക്ക മുഴുവൻ പോലീസ് എന്ന് പറഞ്ഞ ഇടിവണ്ടി കിടക്കുന്നു, വലിയ പോലീസ് ഓഫീസേഴ്സ് നിൽക്കുന്നു, ഡോഗ് സ്ക്വാഡ് വരുന്നു, ഭയങ്കര ബഹളം. അപ്പൊ നമുക്ക് അന്നൊക്കെ എന്ത് ചെയ്യുന്നത്, പെട്ടെന്ന് ഒരു വെളിപ്പാടൊക്കെ കണ്ട് അന്നേരം ഉപവസിക്കാം. അപ്പൊ അന്നേരം ഒരു ഉപവാസം വെച്ചു. പല കാരണങ്ങൾ അതിനകത്ത് പിന്നെ ഉണ്ട്, ഏതായാലും ഉപവാസം വെച്ചു. ഈ ഉപവാസം വെച്ച് തീരാറായ ദിവസം എന്റെ പൊന്ന പ്രിയരെ ഒരു കാര്യം, അതിനിടയ്ക്ക് വിജയഞ്ചൽ എന്ന് പറഞ്ഞ ദേവദാസൻ എന്നോട് പറഞ്ഞു, താഴത്തെ ഹോളിന്റെ അവിടെ ഒരു ബോഡി കിടക്കുന്നത്, താഴത്തെ ഹോളിന്റെ അവിടെ ഒരു ബോഡി കിടക്കുന്നു എന്ന് വിജയഞ്ചല് ഒരു ദിവസം ഞാൻ മീറ്റിങ്ങിനൊന്നും അല്ല, എന്നെ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ പൊട്ടബുദ്ധിക്ക് ഇനി ഇവിടെ കൊണ്ട് ആരും വലിച്ചിടാൻ വേണ്ടി പെട്ടെന്ന് ഗേറ്റ് ഒക്കെ വെച്ചു. കാരണം പലരും കൊണ്ട് അകത്ത് കയറ്റിയിട്ടല്ലോ. നമ്മളെ പൊട്ടബുദ്ധി എന്ന് പറയാനൊക്കെ നമ്മൾ ഇഷ്ടത്തിൽ ചെയ്തു. പക്ഷെ ഈ സമയത്ത് ഇങ്ങനെ ഒരു വിഷയം വെളിപ്പാടെല്ലാം വന്നപ്പോൾ ഒരു ഉപവാസം വെച്ചു. ഉപവാസം വെച്ചപ്പോൾ ഉപവാസത്തിന്റെ ഇടയ്ക്ക് തീരുന്ന ദിവസം എനിക്കൊരു കൺവെൻഷൻ വന്നു. അപ്പൊ അന്ന് ഇവിടെ ശുശ്രൂഷിക്കുന്ന ബൈജു ഉപ്പുതറ എന്ന് പറഞ്ഞൊരു ദേവദാസൻ. അപ്പൊ ഈ ബൈജു ഉപ്പുതറ ദേവദാസന് വൈകിട്ടത്തെ വണ്ടിക്ക് കയറ്റി വിടുന്നു. ഒരു വീട്ടിൽ കൊണ്ട് അദ്ദേഹത്തെ പ്രാർത്ഥിപ്പിക്കണം ഒരാൾ പറഞ്ഞ് അതും ചെയ്യണം. ഞങ്ങൾ തമ്മിൽ ഇവിടെ യോഗത്തിന് കയറുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, ബസ്സിയോട് പറഞ്ഞു, പാസ്റ്ററോട് പറഞ്ഞു, യോഗം തീരുന്നാകുമ്പോൾ പാസ്റ്റർ ശുശ്രൂഷ അങ്ങോട്ട് തീരുമ്പോഴത്തേന് പാസ്റ്റർ പാട്ടിന് ആരംഭം കുറിച്ചിട്ട് ഇതൊക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോകണം. ഇറങ്ങി വരുമ്പോഴത്തേന് ഫുഡ് റെഡിയായിരിക്കും. കഴിച്ചിട്ട് പാസ്റ്ററേയും കൊണ്ട് ബ്ലസ്സിലൂടെ വരും. ഈ ഒരു വീട്ടിൽ കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ആ വീട്ടിൽ പോകാൻ ബ്ലസ്സിലൂടെ കൂടെ വരും. എന്നിട്ട് പാസ്റ്റർ പറയുന്ന ലാസ്റ്റ് ബസ്സിന് കയറ്റി വിട്ടേക്കാം. സന്തോഷം പുള്ളി പാട്ട് പാടി ഇറങ്ങി വന്നു കേട്ടോ. ഇറങ്ങി വന്നപ്പോ എന്റെ പൊന്നെ, പാസ്റ്റർക്ക് ഫുഡ് കൊടുത്തു, പാസ്റ്ററെ വണ്ടിയെ കയറ്റി ഇവര് വണ്ടി എടുത്ത് ഈ പെങ്കൊച്ചു ഓടി വന്നു. ചേട്ടൻ എവിടെ പോവാ, ചേട്ടൻ എവിടെ പോവാ, ഇവിടെ യോഗം നടക്കുന്നു, ചേട്ടാ ചേട്ടാ. ഇവൻ ദേഷ്യം വന്നിട്ട് പറഞ്ഞു, ചേട്ടൻ എവിടെ പോവാ, നീ പോയി യോഗത്തിലേക്ക് ചേട്ടൻ. ഇവനൊരു പാവച്ചു. ഇവര് വണ്ടി എടുത്തുണ്ടാകുന്നു. ഈ കൊച്ചെന്തോ എന്നറിയാം, നേരെ മേളിൽ നിന്ന് ഇറങ്ങി ഈ ഓഫീസിൽ വന്നു. ഇവിടെ അവര് കിടക്കുന്നു. ഇത് കഥ അടച്ചു. ഇതിനകത്ത് ആരും ശ്രദ്ധിക്കുന്നില്ല, എല്ലാവരും ഓരാൻ നടക്കുക, ആരും ശ്രദ്ധിക്കാൻ. എന്റെ പൊന്നെ, യോഗം കഴിഞ്ഞിട്ട് ഇവിടുന്ന് ട്രിപ്പ് അടിക്കുക ആൾക്കാരെ. ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയുമ്പോൾ റാന്നിക്കാർക്കറിയാം, ഷാജിദ് ആനത്തടത്തോട്ട് പോകുന്ന ജീപ്പുണ്ട്. അപ്പൊ ആനത്തടത്തോട്ട് ജീപ്പിൽ നിറച്ച ആള് കയറി വണ്ടി ഓടിച്ച സൗകര്യം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, പ്രായമുള്ള കുറച്ച് പേര് ഇറങ്ങി നിൽക്കും, ഒന്നിച്ചാ കയറ്റം കയറണ്ട. സാധാരണ ഇവർ പെട്ടെന്ന് ട്രിപ്പ് തീർത്തിട്ട് പോകുന്ന, ഞാനൊരു ട്രിപ്പും കൂടെ ഒരു 10 മിനിറ്റ് കൊണ്ട് അടിക്കാറ്. അങ്ങനെ കുറച്ച് ആന്റിമാർ ഇറങ്ങി. അതിനകത്ത് ബേബി ടീച്ചറുണ്ട്. ബേബി ടീച്ചർ ഇന്ന് യോഗത്തിനുണ്ടായിരുന്നു. ബേബി ടീച്ചർ എല്ലാം കൂടെ ഇറങ്ങി. അപ്പൊ ഈ ടീച്ചർ ഇങ്ങനെ ഇറങ്ങി പുറത്ത് ഇരുന്നപ്പോൾ ഈ അകത്തെ ഇപ്പൊ ഇരിക്കുന്ന മുറിയുടെ കർട്ടൻ ഇച്ചിരി മാറി കിടപ്പുണ്ട്. അകത്ത് ലൈറ്റ് ഉണ്ട്. ടീച്ചർ നോക്കുമ്പോൾ ഈ പെണ്ണ് ഇതിനകത്ത് തൂങ്ങിച്ചാക്കുക, കയറിട്ടിട്ട് കഴുത്തിട്ടാകുന്നു. ആ ടീച്ചർ കിടന്ന് ജനലെല്ലാം കൂടെ തല്ലി പൊട്ടിച്ച്. ബേബി ടീച്ചറാണ്. ടീച്ചർ CMS സ്കൂളിലെ ടീച്ചറായിരുന്നു. ടീച്ചറിന്റെ മോനാണ് ഇപ്പൊ ഇവിടുത്തെ ഓഫീസിന് ഇൻചാർജ് അജിബിന്. ഈ ടീച്ചർ കിടന്ന് ആലോചിച്ചു കുളിച്ചു, ജനലിൽ കിടന്ന് ആലോചിച്ചു. ഏതായാലും എല്ലാരും കൂടെ കഥ തല്ലി പറഞ്ഞ് തുറന്ന് കയറി കേട്ടോ. കയറിയപ്പോൾ തന്നെ ഈ പെണ്ണ് കഴുത്ത കയറിട്ടില്ല. ഇതിനെ എടുത്തോണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്ക് ഇത് മാരിമിനി പോലെ പിരിഞ്ഞ് പുതവിളഞ്ഞു. ഒയ്യോ, എന്തോ ബഹളമായിരുന്നു. അവസാനം ടെമ്പോ ട്രാവലെ മുഴുവൻ സൗകര്യങ്ങളും ആണും പെണ്ണും എല്ലാം കൂടെ കയറി ഇതിനെ അങ്ങ് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി. പിന്നെ നമ്മൾ ഇവിടുന്ന് വിളിച്ച് തിരുവനന്തപുരത്ത് വിളിച്ച് അവിടുത്തെ MLA വിളിച്ച് പഞ്ചായത്ത് മെമ്പറെ വിളിച്ച് ശുപാർശ എല്ലാം കൂടെ അവിടുത്തെ വീട്ടിൽ ഏതായാലും അതിനെ രാത്രി കൊണ്ട് വീട്ടിലാക്കി. എനിക്കത് ഇന്നത്തെ അവസ്ഥ അറിയത്തില്ല. ഏതായാലും പിന്നെ ഭയങ്കര വിഷമുള്ള ഈ പെണ്ണ് ഇവിടെ തൂങ്ങി ചത്തായിരുന്നെങ്കിൽ എന്തോ സംഭവിച്ചേനെ. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കും. നിങ്ങൾ പറഞ്ഞു, ഞാൻ കടന്നുപോയ പ്രശ്നങ്ങൾ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒറ്റ കാര്യം എനിക്ക് പറയാമോ, എന്റെ പൊന്നെ യഹോവ എന്റെ പക്ഷത്തില്ലായിരുന്നു. ഈ വെള്ളം എല്ലാം കൂടെ ഒഴുകി വന്നപ്പോൾ നമ്മൾ എന്തോ ചെയ്ത്, എന്തോ വെള്ളമോ വെള്ളം വന്നൊക്കെ പറഞ്ഞാൽ എന്തോ വെള്ളം വന്നു. അപ്പൊ മറ്റൊരു അനുഭവം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചെറുക്കെങ്കിലൊക്കെ ഈ അസുഖം അറിയാത്ത ഒത്തിരി പേര് പുതുതായിട്ട് അവിടെ ഉണ്ടല്ലോ. നിങ്ങളുടെ ഉറപ്പിന് വേണ്ടി ധൈര്യത്തിന് വേണ്ടി ഒന്ന് പറയാ, ഈ വെള്ളമൊക്കെ വരും, വെള്ളം പോകും.
നമ്മളിവിടെ കാണും. എന്തുകൊണ്ടാ? യഹോവ പക്ഷത്തുണ്ടായിരുന്നു. യഹോവ പക്ഷത്ത് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ഒരു സാക്ഷി പറയാം. അത് ഞാൻ ഈ കൂടെ ഈ സാക്ഷികൾ ഓർപ്പിക്കപ്പെടാൻ കാര്യമുണ്ട്. സംഗീതത്തിന് 103 എന്മനമേ നീ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധാമത്തെ വാഴ്ത്തുക, എന്മനമേ യഹോവയെ വാഴ്ത്തുക. അടുത്ത വാക്യം എല്ലാവരും ഒന്ന് പറഞ്ഞ്, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഒരു 2000 എനിക്ക് തോന്നുന്നു 9, 7 ഒക്കെ ആയിരിക്കും, ഓർക്കത്തില്ല കൃത്യമായിട്ട്. ഏതാണ്ട് ഒരു സമയമാണ്. അപ്പൊ അന്ന് ഒത്തിരി പേര് പ്രാർത്ഥിക്കാൻ വരുവാണ്. അപ്പൊ ഈ ഞങ്ങളുടെ പപ്പ ഉള്ളപ്പോൾ ഞാൻ അതുകൊണ്ട് മുമ്പേ പറഞ്ഞു, ഞാൻ പ്രസംഗിക്കല്ല, കഥ പറയാം. ഈ പപ്പ എടുത്ത് രാത്രി പ്രാർത്ഥിക്കാൻ ഈ വില്ല് പോലെ വളഞ്ഞ് കരയുന്ന പിള്ളേരെ കൊണ്ട് ബെനാത്തോട്ട് ഹോസ്പിറ്റലിൽ കൊണ്ട്. ഞാൻ ബെനാത്തോട്ട് ഹോസ്പിറ്റലിൽ എന്താ ഈ രാത്രി ഇങ്ങനെ കരയുന്ന പിള്ളേരെ കണ്ടിട്ട് വളഞ്ഞു കരയും. അപ്പൊ ഈ കാർബറ്റി സൈഡ് കൊടുക്കും, ഇത് കൊടുക്കും. ഈ പിള്ളേർ ചിലപ്പോൾ കരഞ്ഞുകൊണ്ട് ചെല്ലുമ്പോൾ അവിടെയുള്ള നേഴ്സുമാർ പറയും, താഴെ ഒരു ഉപദേശിയപ്പറ്റുണ്ട്, അവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിക്കാൻ പറയും. എന്റെ പൊന്നെ ഓട്ടോറിക്ഷയൊക്കെ പിടിച്ച് അങ്ങ് അടിച്ചു പുഴയുന്നു. അവിടുന്ന് ഇവിടുന്ന് എല്ലാം എന്ത് മനുഷ്യരെ ഇവിടെ പിള്ളേരെ പ്രാർത്ഥിക്കാൻ രാത്രി കരയുന്ന പിള്ളേർ. അപ്പൊ ഈ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് പപ്പ ഒരൊറ്റ ചാട്ടായി വേണമെന്നില്ല, പാപ്പി ഷാജെ ഭൂതം പോയതാണോ പേടിച്ചിട്ടാണോ കൊച്ചിന്റെ കാര്യത്തിൽ നിൽക്കും. ഞാൻ എന്തുകൊണ്ടാന്ന് ശരിക്കും ഒന്നി ഭൂതം പോയതല്ല പേടിച്ച, ഏതായാലും കരച്ചിൽ നിൽക്കുക. എന്ത് മനുഷ്യരെയാ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഒരു സംഭവം എരുമേലിക്ക് അപ്പുറത്ത് ചേനപ്പാടി എന്നൊരു സ്ഥലത്ത് നിന്ന് ഒരു നല്ല ചേച്ചിയെ കൊണ്ടു. ഞാൻ പറയുന്ന സാക്ഷി അറിയാവുന്ന ഒരു കാണും. അങ്ങനെ കൊണ്ടുവന്നിട്ട് രാത്രി 10, 11 മണിയായി. ഇവർ മിണ്ടത്തില്ല. ഇവർക്കൊരു ഡിപ്രഷനാണ്. ഇവർ കഴിക്കത്തില്ല, ചിരിക്കത്തില്ല, കുടിക്കത്തില്ല, കഴിക്കത്തില്ല, ഒന്നും ഒരുപാട്. ചുരുക്കത്തിൽ ഇവിടെ വന്ന് ഇതുപോലെ കൈ വെച്ച് ഒരൊറ്റ ശാസനയും പാട്ട് ഇവരങ്ങ് ഫ്രീ ആയി, ഇവരങ്ങ് ചിരിച്ചു, ഇവര് സന്തോഷമായി വർത്തമാനം പറഞ്ഞു. ഇവരെ കൊണ്ടുവന്ന് 2 ഓട്ടോറിക്ഷയല്ല, കുറച്ച് ഹൈന്ദവ സഹോദരങ്ങൾ, നല്ല പിള്ളേര്, സീമന്തരേഖയിൽ ഇങ്ങനെ നല്ല പൊട്ടൊക്കെ തൊട്ട് ചന്ദനക്കുറിയൊക്കെ തൊട്ട് നല്ല പിള്ളേരാണ് ഇവരെ കൊണ്ടുവന്നത്. നല്ല മനുഷ്യൻ. കൊണ്ട് നിറച്ച ആൾക്കാർ വേണ്ട, ആരോട് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ കൊണ്ടു. എന്റെ പൊന്നു പ്രിയരെ, പ്രാർത്ഥന എല്ലാം കഴിഞ്ഞപ്പോൾ ഇവർക്ക് സന്തോഷം. ഇവർ കഞ്ഞിയും കുടിച്ചു. കഞ്ഞി കുടിച്ചപ്പോൾ ഇവർ പറഞ്ഞു, ഇവരെന്നാ പോവാൻ ഇറങ്ങിയപ്പോ ആ ഇച്ചയി പറഞ്ഞു, നള്ളിന്ന പേര്, ഇച്ചിരി പ്രായമുള്ളൂ, നല്ലൊരു സ്ത്രീ, ഇവിടുത്തെ കനം പറഞ്ഞ സ്ത്രീ, ഞാൻ ഇവിടെ കിടന്നോട്ടെ, എനിക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല, എനിക്ക് വീട്ടിൽ ചെല്ലാൻ പേടിയാ, ഇനി അവിടെ ചെന്ന് രാത്രി പിന്നെ ഉണ്ടായി ഞാൻ പിന്നെ വരും. അപ്പൊ അവര് പറഞ്ഞു, കുഴപ്പമില്ല നമ്മൾ വലിയ സന്തോഷം, ഇവിടെ കിടന്നോളാൻ പറഞ്ഞു. നല്ല മനുഷ്യൻ. അങ്ങനെ അവര് ഞങ്ങളുടെ കൊച്ചു വീട്ടിൽ കിടന്നു. ഇടയ്ക്കിടയ്ക്കൊക്കെ ബ്ലസ്സിൽ പോയി നോക്കുന്നുണ്ടോ എന്ത് പറ്റിയെന്നത്. കുഴപ്പമൊന്നുമില്ല, നല്ല ഉറക്കം. വെളുപ്പിന് എഴുന്നേറ്റിട്ട് പിള്ളേരെ സ്കൂളിൽ വിടണം. ഒന്ന് നോക്കുമ്പോൾ ഇച്ചയി ഉറക്കുക. അപ്പൊ അവള് പോയി പിള്ളേരെ എല്ലാം നോക്കി ഒരു ചായ ഇട്ടുകൊണ്ട് ഇച്ചയ്ക്ക് കൊണ്ട കൊടുക്കാൻ വന്നപ്പോൾ ഇച്ചയെ ഒന്നുമില്ല. ഈ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വന്ന് വിളിച്ചു, ഇച്ചയെ കാണുന്നില്ല. ഞാൻ പറഞ്ഞു, ഇച്ചയെ പറ്റുന്ന കിടക്കണം, അവരൊക്കെ ഈ രാവിലെ എഴുന്നേക്കുന്നവരാ, എവിടെ ഇതൊക്കെ കാണും, പേടിക്കണ്ട. പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ വന്ന് ഇച്ചയെ ഇവിടെ ഒന്നുമില്ല, ഞാൻ ഇവിടെ എല്ലാം നോക്കി, ഇച്ചയെ കാണുന്നില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി കാര്യം ഇച്ചയെ ഞാൻ എല്ലാവരും വന്ന് എല്ലാവരും ചാടി ഞങ്ങൾ കിടന്നിട്ടില്ലേറ്റ്. ചുരുക്കത്തിൽ അന്നേരം ചർച്ചിനകത്ത് ഒത്തിരി ബാച്ചിലേഴ്സ് ഉണ്ട്. ഞങ്ങളുടെ ഭാഷമാരെല്ലാം അന്ന് കല്യാണം കഴിച്ചിട്ടില്ല, ചെറിയ ജേക്കബ് പുരിജന്മാർ, ഇവരെല്ലാം ഹോളിലുണ്ട്. ഇവരെല്ലാം ഞാൻ വിളിച്ചു, എല്ലാവരും ഓടി വന്നു കേട്ടോ. എല്ലാവരും വന്നിട്ട് ഓരോ വഴി സ്ഥലത്തൊക്കെ പോയി. ഈ പറയുമ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ ഇത് സംഭവമൊക്കെ അറിയാവുന്നവർ കാണും. ഏതായാലും എല്ലായിടത്തും തപ്പിയിട്ടൊന്നും ഇവരെ കാണുന്നില്ല. അവസാനം ഇവരുടെ വീട്ടിൽ അറിയിച്ചു. എന്റെ പൊന്നു പ്രിയരെ, ഒരു 8, 8, 9 മണി ആയപ്പോഴത്തേനും അവിടുന്ന് ഇരുമേലിന്ന് ഒരു വണ്ടി ആളിഞ്ഞു. ഈ വന്ന കൂട്ടത്തിൽ ഇവിടെ ഭർത്താവുള്ള തങ്കപ്പൻ ചേട്ടൻ, നല്ല കാരിരുമ്പിന്റെ കൈകരുത്തുള്ള ഒരു ഉരുക്കും മനുഷ്യനാണ്. ഇയാളിങ്ങോട്ട് വന്നിട്ട് ആ പപ്പ ഇങ്ങനെ ചാരുകസേര കിടക്കുക, നെഞ്ചത്തോട്ട് 5-6 ഇടി ഇട്ടിച്ച് ആ കാറ് കസേരയുടെ താഴെയുണ്ടാകും. ഇടികൾ പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ പൊന്നു ഉപദേശി, നിങ്ങൾക്ക് ഗുണ്ടുമണി പോലൊരു ഭാര്യയില്ലേ, എന്തിനാ എന്റെ കൂടെ എടുത്ത് അതിന് എന്റെ ഇതാ ഞാൻ എല്ലാം എഴുതിട്ടുണ്ട്. നിങ്ങൾക്ക് ഗുണ്ടുമണി പോലും എന്റെ ഗുണ്ടുമണി പോലും സാധനം ഇവിടെ നിൽക്കില്ല, പിന്നെ എന്തിനാ നിങ്ങൾക്ക് എന്റേതെന്താ, ഞാൻ എത്ര രൂപ വേണം തരാം, പാവം. നമ്മളെന്തോ ചെയ്യാൻ, അയാളുടെ സങ്കടം എത്ര പേര് പിടിച്ചിട്ടാണ് അയാൾ ഇടി നിൽക്കുന്നത്. എന്റെ പൊന്നു പ്രിയരെ, അയാൾ എന്ത് ചെയ്യാ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഇവിടെ ആൾക്കാരെല്ലാം വരാൻ തുടങ്ങി. ഞാൻ നോക്കിയപ്പോൾ മിറ്റം നിറഞ്ഞ നല്ല ഒന്നാം തന്നെ കാവിക്കരി കൊടുത്ത പിള്ളേർ, അവരാരും നമ്മളോട് ഒരു അക്ഷരം പോലും മുഖം കൊണ്ട് പോലും കാണിച്ചില്ല കേട്ടോ. നല്ല, പക്ഷേ ഇവരെല്ലാം ഇവിടെ വീട് നിറച്ചു, ആളെ ചെയ്യ കാണുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകും, ഭ്രാന്തെടുക്കുക. എനിക്ക് ഒറ്റ കാര്യം അറിയാം, ഞാൻ ഒരു കാര്യം ചെയ്തു കേട്ടോ, ഇച്ചിരി സാഹസികതയാ. ഞാൻ പോയിട്ട് വന്ന് ഓട് വാർത്തിട്ടില്ല, എനിക്കൊന്ന് കെട്ടിയ മൊത്തം അടച്ചിട്ട് പോലുമില്ല. ഞാൻ അവിടെ ഒരു പരമ്പരത്തെ കാർപ്പറ്റിന്റെ തറയിൽ പോയിട്ട് ഒരു കൊയറിന്റെ കാർപ്പറ്റ് അവിടെ പോയി കമന്ന് കിടന്ന് കർത്താവിന്റെ കാര്യം പറഞ്ഞ് ഇച്ചയെ കാണാൻ ഞാൻ എഴുന്നേക്കണം, ഇച്ചയെ കാണാൻ എഴുന്നേറ്റ് പോയി. ഇവര് എന്തെല്ലാം കാണിച്ചു.
എന്റെ പോലെ ഞാൻ അവിടെ കിടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ആരാണ്ടല്ല ഇവിടെ വന്നവരെല്ലാം വന്ന് ചോദിക്കുന്നുണ്ട്, പാഷക്ക് നാരങ്ങ വെള്ളം പറഞ്ഞു. മനുഷ്യന് ഈ വെള്ളം വേണ്ടാത്തപ്പോ എല്ലാവരും വെള്ളം പറഞ്ഞു. നമ്മൾ തീരുമാനിച്ചേക്ക വെള്ളം കുടിക്കുന്നില്ല, എഴുന്നേക്കത്ത്. കാരണം ഇച്ചയെ കണ്ടില്ല. എന്ത് ഉച്ചയാകാറായപ്പോ ബ്ലസ്സി കൂടി വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ജോണിമോള് വന്നിട്ട് ബ്ലസ്സിയോട് പറഞ്ഞു, ഇവിടുന്ന് ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമ്മുടെ റോണി ചായച്ചാന്റെ വീട് ബ്രദറിന്റെ വീടിന്റെ ഓപ്പോസിറ്റ് ഒരു കിണറുണ്ട്. ആ കിണറ്റില് ഒരു സ്ത്രീ കിടപ്പുണ്ടെന്ന് ആരാണ്ട് പറഞ്ഞു. അപ്പൊ ചാച്ചാ ഒരു സ്ത്രീ അവിടെ കിടക്കും. ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ല. ബ്ലസ്സി കൂടി പോയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഇച്ചയ്യ അവിടെ കിടപ്പുണ്ട്, ചത്തിട്ടില്ല. ഒന്നര വെള്ളമുണ്ട്. ആ വെള്ളത്തിൽ മുങ്ങിയിട്ട് പൊങ്ങി വന്നൊരു പോച്ചയെ പിടിച്ച് കിടന്നു. എന്റെ പൊന്നെ എല്ലാവരും കൂടെ ഓടിച്ചെന്നിട്ട് അവസാനം ഫയർഫോഴ്സ് എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഇച്ചയോട് ചോദിച്ചു, ഇച്ചയി എന്തോ സംഭവിച്ചു? ഇച്ചയെ പറഞ്ഞു, ഇച്ചയി രാവിലെ ഇറങ്ങി ഞങ്ങളുടെ വീടിന്റെ ഗേറ്റിൽ അവിടെ നിൽക്കുമ്പോൾ ഒരു സ്ത്രീ, സുന്ദരിയായ ഒരു സ്ത്രീ റോഡിൽ നിന്നുണ്ട്, ഇച്ചയെ അവരെന്നോട് പറഞ്ഞു വിളിച്ചു. ആ സ്ത്രീയുടെ പുറകെ ഇച്ചയെ പോയിട്ട് ഇച്ചയുടെ പൊണ്ണിൽ അവർ നടന്നിട്ട് ആൾക്ക് എന്നപ്പോ റോഡിൽ നിന്ന് കിണറ്റിന്റെ അവിടെ കയറിയിട്ട് വിളിച്ചു, ഇച്ചയെ കിണറ്റിന്റെ അവിടെ ചെന്നപ്പോ അവരെ കിണറ്റിനകത്തോട് താണു പോയിട്ട് വെള്ളത്തിൽ ചമ്പറം പടഞ്ഞത് വിളിച്ചു, ഏത് ശക്തി, എന്തോ ശക്തി, ഏതായാലും എടുത്തു ചാടി. എന്നിട്ട് പൊങ്ങി വന്നിട്ട് ഈ പോച്ചയെ പിടിച്ചു. ഈ പോച്ചയെ പിടിച്ച് പോച്ച പറഞ്ഞു പോയാൽ ഇവര് പിന്നെ പോയനെ. 19 കിലോ എങ്കിലും ഇല്ല അവർക്ക്, എത്ര കനക്കുറവല്ല. ആ സ്ത്രീ ഈ പോച്ചയെ പിടിച്ചു ഒച്ച പറഞ്ഞു പോകാൻ, ഈ പോച്ച തന്നെ പറഞ്ഞു പോകാൻ. ഈ പോച്ച പറഞ്ഞു പോയാൽ ഈ സ്ത്രീ പിന്നെ പടത്തി എടുത്തില്ലേ. ഏറ്റവും വലിയ രസകരമായ സംഭവം ഉണ്ടായി കേട്ടോ. അതായത് ഏറ്റവും വലിയ ക്ലൈമാക്സ്. പിറ്റേ ദിവസം പത്രത്തിലൊരു വാർത്ത വന്നു, ചേനപ്പാടി ഇന്നാടെ ഭാര്യ, തങ്കപ്പന്റെ ഭാര്യ നളിനി ബന്ധുവീട് സന്ദർശിക്കവേ കാൽ വഴുതി കിണറ്റി വീഴുകയും ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തുകയും ചെയ്തു. പിന്നെ കുറച്ച് പോലീസുകാരുടെ പേര്, അവരൊക്കെയാണ് രക്ഷാപ്രവർത്തകർ. കാര്യം ശുഭം, അല്ലെങ്കിലോ പാസ്റ്റർ വീട്ടിൽ പ്രാർത്ഥിക്കാൻ ആക്കിയിട്ട് പോയ ഭാര്യ ഇന്നാര് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട് കിടക്കുകയും സീനിയർ പാസ്റ്റർ മകനും അറസ്റ്റിലാണെന്ന് വരുത്തില്ലേ. ഉണ്ടായില്ല. മടങ്ങി വരാത്ത കാറ്റ്, ഈ വെള്ളമൊക്കെ വന്നുപോയി. എന്തുകൊണ്ട് പോയി? സത്യം യഹോവ എന്റെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ, യഹോവ എന്റെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ ഈ പൊങ്ങിയ വെള്ളം എല്ലാം നമ്മളെ പറഞ്ഞു കൊണ്ടുവന്നില്ലേ. എന്നാൽ ഒറ്റ കാര്യം തിരിഞ്ഞു നോക്കുമ്പോൾ പറയാനുള്ളൂ, മടുക്കുമ്പോൾ ഓർത്തോണം എന്തെല്ലാം കാര്യങ്ങൾ കഴിഞ്ഞു പോയതേ, ഏതെല്ലാം പ്രശ്നങ്ങളെ അതിജീവിച്ചു, എന്തെല്ലാം കാര്യം. പക്ഷെ എന്തുകൊണ്ടാ? യഹോവാന്റെ പക്ഷത്തുണ്ടായിരുന്നു. യഹോവാന്റെ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ട് ഞാന് ഒഴുകിപ്പോയില്ല, വേട്ടക്കാരന്റെ മണ്ണിന് ഇരയായില്ല. അല്ലേ? അതല്ലേ എന്റെ സത്യം. വീണ്ടും ഞാനൊരു സംഭവം പറയാം. ഞാൻ പറയില്ല, കഥ പറയാ സത്യമായിട്ട്. കഥയെന്ന് പറയാനൊക്കത്തില്ല. ഞാന് ഞങ്ങളുടെ ഈ ഊളുപണി നടക്കുക. അപ്പൊ ഊളുപണി നടക്കുമ്പോ അന്ന് മുറ്റത്ത് ശാനക്കുളമൊക്കെ പണിത് വരുന്നേ ഉള്ളൂ, അടച്ചു കെട്ടിയിട്ടൊന്നുമില്ല. ശാനക്കുളത്തില് പപ്പ രാവിലെ ശാനപ്പെടുത്തി കഴിഞ്ഞാൽ ഭയങ്കര തീ കത്തുന്ന ആരാധനൊക്കെ പറഞ്ഞ് ബഹുദൂരം കേൾക്കുക. നമ്മൾ പിന്നെ തുടങ്ങി കഴിഞ്ഞാൽ അങ്ങ് തീയാണ്. ഒന്ന് മണിക്കൂറുകളിൽ ആരാധന. ഈ ആരാധന നടക്കുമ്പോൾ അന്ന് ഈ കുഞ്ഞുങ്ങളെ എന്റെ ആമ്പിള്ളേർ 2 കൊച്ചു പിള്ളേരാണ്, അപ്പും കേപ്പും. അമ്മമാർക്ക് വലിയ പ്രായ വ്യത്യാസമില്ല, ഒരു ഇങ്ങനെ ഇരട്ടപ്പിള്ളേരെ പോലെ നടക്കുന്ന സമയത്ത്. അപ്പൊ അമ്മമാര് രണ്ടുപേരും നോക്കാൻ വേണ്ടി അന്ന് അമ്മണിയമ്മച്ചി എന്ന് പറഞ്ഞൊരു അമ്മച്ചിയുടെ അവിടെ ഉണ്ട്. ബ്ലസ് ഈ യോഗത്തിനിടയ്ക്ക് അങ്ങോട്ട് കയറി കൈയടിച്ച് ആരാച്ചോണ്ടിരിക്കുമ്പോ ഈ പിള്ളേർ ഈ ബോളിന്റെ വരാതെ നിപ്പുണ്ട്. അപ്പൊ അമ്മണിയും വെച്ച് നോക്കിക്കൊണ്ട് ഇവിടെ നിപ്പുണ്ട്. ഇച്ചിരി കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ ബ്ലസ്സിക്ക് ഒരു ഉൾവിളി, ഇവന്മാരെവിടെ ഇവന്മാരെത്തി ഓടി വന്ന് നോക്കിയപ്പോ ഉണ്ടല്ലോ മൂത്തവൻ ഇളയവനെ വിളിച്ചുകൊണ്ട് അപ്പച്ചൻ നടത്തിയ പോലെ സ്നാനപ്പെടുത്താൻ ഇറങ്ങുക കിണറ്റിലോട്ട്. അവൻ ഇത്രയും വെള്ളത്തിൽ താപ്പോട്ട് ഇറങ്ങുക, മറ്റവനെ വിളിച്ചിട്ടുണ്ട് എന്തിനാ സ്നാനപ്പെടുത്താൻ. അപ്പച്ചൻ രാവിലെ മുക്കി പൊക്കിയതല്ലേ. 2 മിനിറ്റ് താമസിച്ചാൽ 2 പൊങ്ങിക്കിടന്നേനെ. ഈ അന്നേരം വന്ന് നോക്കിച്ചാല്, അന്നേരം നോക്കിച്ചാല് ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഈ വെള്ളം എല്ലാം വന്നിട്ടും നമ്മൾ നിന്ന ഒറ്റ കാര്യമാണ്, യഹോവ എന്റെ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ട്. അതല്ലേ എന്റെ സത്യം. യഹോവ എന്റെ ഞാനിങ്ങനെ പറയാൻ തുടങ്ങിയ 1000 അനുഭവങ്ങൾ എന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങുന്ന ഇങ്ങനെ അനർഗളമായി. കാരണം ചിലപ്പോഴൊക്കെ ഇങ്ങനെ മടുത്ത് പോകുമ്പോൾ കർത്താവിനോട് പറയും, നീ ചുമ്മാ ഇരിക്കും, എന്നിട്ട് കിടന്ന് പെടാപ്പാടടിക്കാൻ ഒന്ന് ചിന്തിച്ചു നോക്കി. എന്തെല്ലാം കഴിഞ്ഞ് എന്റെ പൊന്നെ, എന്തെല്ലാം പ്രശ്നം. പക്ഷെ ഒരു കാര്യം പറയാൻ കഴിയും, യഹോവാന്റെ പക്ഷത്ത് ഇല്ലായിരുന്നെങ്കിൽ. ഈ വെള്ളം വന്നപ്പോ എന്തോ സംഭവിച്ചു? എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, എത്ര ഗർഭത്തോടെ നീ വന്നാലും ഇവിടം വരെ നിനക്ക് വരാം, ഇതിനപ്പുറം നീ കടക്കരുത് പറഞ്ഞ് കഥക് ഓടാമ്പലും വെച്ചു. യോമകനാ പറയുന്നത്, കഥകും ഓടാമ്പലും വെച്ചു. യു ക്യാൻ കം ടിൽ ഹിയർ, ഇതിനപ്പുറം നീ കടക്കരുത്. എന്തുകൊണ്ടാ? യഹോവാന്റെ പക്ഷത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ പക്ഷത്തുണ്ടെങ്കിൽ ഈ ബോധ്യങ്ങൾ നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു സ്പിരിച്വൽ റെലമുണ്ട്. അതായത് ഈ മടുത്ത മനുഷ്യർ ഇന്ന് പറയുന്ന കണ്ടു,
125. ഞാൻ ഈ സംഗീതങ്ങളെ ഒറ്റയടിക്കുന്നിടത്തുകൊണ്ട് ഒരു ചെറിയ വ്യാഖ്യാനം, അതൊരു പക്ഷേ എസ്കറ്റോ അല്ലെങ്കിൽ എന്താണ് പിന്നെ ഇന്റർപ്രിട്ടേഷൻ ശാസ്ത്രത്തിൽ അതിനെ ഒന്നിച്ചെടുക്കാമോ? ഏതായാലും ആരോപണ ഗീതങ്ങളാണ്. 125 പറയുന്നതിന്റെ 1-ാമത്തെ വാക്യം കേട്ടോ. യഹോവയിൽ ആശ്രയിക്കുന്നു കുലുങ്ങാതെ നിൽക്കുന്ന one who trusts in the Lord will be like Mount Zion which cannot be moved. യഹോവയിൽ ആശ്രയിക്കുന്ന കുലുങ്ങാതെ നിൽക്കുന്ന സിയോൻ പർവ്വതം പറ്റി. എന്താ വ്യത്യാസം? മടുത്ത മനുഷ്യൻ, മനമെടുത്ത മനുഷ്യൻ. ഞാൻ ഒരുപക്ഷെ ഈ സംഗീതങ്ങൾ എല്ലാത്തിനും കൂടെ ഒരു പൈലപ്പായിരിക്കാം. എങ്കിൽ പോലും സംഗീതത്തിന്റെ ഓർഡർ നോക്കിയിട്ട് പറയാ, യഹോവയിൽ ആശ്രയിക്കുന്ന കുലുങ്ങാൻ നിൽക്കത്തില്ലേ. ഈ തിരിഞ്ഞു നോട്ടം നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഏത് പ്രതിസന്ധിയും അഭിമുഖീകരിക്കാൻ ഒരു ധൈര്യം കിട്ടും. എന്താ കാര്യം? ഇന്നലെ ഞാൻ എന്തെല്ലാം കടന്നു പോയെന്നേ, ഇന്നലെകളിൽ എന്തെല്ലാം കടന്നു പോയി. അവിടെ നിർത്തിയ ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യായി. ആ ബോധ്യം നമ്മളെ കൊണ്ടെത്തിക്കുന്ന സ്ഥലമുണ്ട്. പ്രശ്നങ്ങളിൽ കുലുങ്ങാതെ. ഞാൻ വലിയ പ്രശ്നങ്ങളിൽ കൂടെ പോകും ദൈവദാസന്മാർ അചഞ്ചലരായി, മലയാളത്തിന്റെ നല്ലൊരു അചഞ്ചലരായി, അക്ഷമരായി, അക്ഷോഭ്യരായി, ശാന്തഗംഭീരരായി നിൽക്കാൻ നമുക്ക് കാര്യമാണ്. അവരെ നമ്മൾ നോക്കണം. വലിയ ബഹളമൊന്നും ഇല്ലായിരിക്കാം, പക്ഷേ അവർ ഇന്നലകളിൽ അനുഭവിച്ചു വലിയ ദൈവകൃപകളും എന്തെല്ലാം പ്രശ്നങ്ങൾ. ഇന്ന് ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഇവിടെ എന്താണ് ജസ്റ്റിൻ മോസസ് എന്ന് പറഞ്ഞ ദൈവദാസൻ ശുശ്രൂഷിക്കാൻ വന്നപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്. പുള്ളിയുടെ ഹോള് പണിയുന്ന സമയത്ത് 40 പ്രാവശ്യം അയാളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു നിർത്തി. രാവിലെ തൊട്ട് വൈകുന്നേരം വരുന്നത്. പോലീസുകാരെല്ലാം പുള്ളിയെ കണ്ടാൽ സല്യൂട്ട് ചെയ്യും, കാരണം 16,000 പേരുള്ള സഭയാണ്. സഭയുടെ കൂടെ ഏത് ദിവസം പിടിച്ചോണ്ട് പോവാം. പോലീസ് രാവിലെ വരിക, പോലീസ് കൊണ്ടുപോകും. അറസ്റ്റൊന്നുമില്ല, വൈകുന്നേരം വരെ നിർത്തുക, തിരിച്ചു വിടുക. ടോർച്ചറിങ്, മെന്റൽ ടോർച്ചർ, ഫിസിക്കൽ ടോർച്ചറിനെക്കാട്ടോട് ഇമോഷണൽ ടോർച്ചർ. ഇതെല്ലാം കടന്നു പോകുമ്പോൾ ഒരു കാര്യം ഓർത്തോണേ, ഇവിടെ ഒരു വട്ടം മതപരിവർത്തനം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പോസ്റ്ററൊക്കെ എവിടെ എഴുതി വെച്ചു. അപ്പം കർത്താവിദാസൻ എൻ പീറ്റർ പാസ്റ്റർ ജോലി വന്നു. പുള്ളി നമുക്ക് എനിക്കൊരു സ്നേഹം പറഞ്ഞു. അപ്പൊ ഞാൻ എൻ പീറ്റർ പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റേ എൻ്റെ കൂടെ ഒന്ന് വരണം, ചെറിയ ചിന്ന പ്രശ്നങ്ങൾ പറയാനൊക്കെ പോകുമ്പോൾ നമുക്ക് ദേശം ചുറ്റി പ്രാർത്ഥിക്കാം. അപ്പൊ ഞാൻ പുള്ളിയും കൂടെ പോയിട്ട് ഈ പോസ്റ്റർ കാണിച്ചത്, വെള്ള പോസ്റ്റർ എഴുതി വെച്ചത്, ഈ വൈറ്റയില് ഈ വലിയൊരു കയ്യക്ഷരം കൊണ്ട് എഴുതി വെച്ചേക്കുവാണ് ഏതാണ്ട് അതൊക്കെ പറഞ്ഞ് നമ്മുടെ ചവിട്ടിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്. പുള്ളി നോക്കിയിട്ട് പറയാം, ഇതിനാണ് എന്നെ പ്രാർത്ഥിക്കാൻ കൊടുത്തത്. അവിടെ ഫ്ലെക്സ് അടിച്ച് വെച്ചേക്കുന്നത്, MC റോഡ് NH ബ്ലോക്ക് ചെയ്ത പ്രകടനം നടത്തുന്നത്. അതിനിടയ്ക്ക് അത് ഈ വെള്ള പേപ്പർ എഴുതി വെച്ചേരെ പ്രാർത്ഥിക്കുന്നത്. പോട്ട് പറഞ്ഞേ, കല്ല് പറ്റി പേടിക്കണ്ട, പിന്നെ വന്നാലേ ഞാനൊന്ന് പ്രാർത്ഥിച്ചേക്കാം. അക്ഷോഭ്യരായി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അനുഭവങ്ങൾ മറക്കരുത്. എന്തുകൊണ്ടാണ്? യഹോവയുടെ പക്ഷത്ത്. ഓരോരുത്തരും നോക്കിയാൽ ഒരു പക്ഷേ ഇത് എൻ്റെ സ്വഭാവപരമായ അനുഭവങ്ങൾ, പക്ഷെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്തെല്ലാം അനുഭവങ്ങളുണ്ട്. യഹോവയുടെ പക്ഷത്ത് ഇല്ലായിരുന്നെങ്കിൽ. ഈ ബോധ്യം നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു തലം എന്താണെന്നറിയാമോ? യഹോവയിൽ ആശ്രയിക്കുന്ന കുലുങ്ങാതെ നിൽക്കുന്ന സിയോൻ, one who trusts in the Lord will be like Mount Zion which cannot be moved. അങ്ങനെ ഒരു വാക്യാണ്. യഹോവയിൽ ആശ്രയിക്കുന്ന എങ്ങനെ നിൽക്കും? കുലുങ്ങാതെ നിൽക്കുന്ന സിയോൻ പർവ്വതം. ഈ ബോധ്യം കൊണ്ടെത്തിക്കുന്ന അടുത്തൊരു തലമുണ്ട്. നീതിമാന്റെ അവകാശത്തിന്റെ ദുഷ്ടന് നമുക്ക് മാറ്റം ഉണ്ടായ പല ചെങ്കോല് കുടിക്കും. സംഗീതത്തിൽ എന്താ പറയുക? 3-ാം വാക്യം, നീതിമാന്മാർ നീതികളിലെ കൈയിടേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശമായിരിക്കും. സംഗീതം 127 പറയുന്നത് മക്കളെ യഹോവ നൽകുന്ന അവകാശം. അപ്പൊ ഈ അവകാശത്തിന്മേലുള്ള ചെങ്കോലുകൾ ഒടിയണമെങ്കിൽ നമുക്ക് വിശ്വാസത്തിൽ ഉറയ്ക്കണം. എന്ത് ചെയ്യണമെന്നറിയാം? നമ്മൾ പതുക്കെ ചിന്തിക്കണം. നമ്മൾ ഈ കഥകൾ കേൾക്കാൻ അല്ലെങ്കിൽ അനുഭവങ്ങൾ കേൾക്കാൻ നമുക്ക് പിള്ളേർക്ക് വൈമനസ്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും പ്രായമുള്ള ഒരു വലിയ അനുഗ്രഹം. കാരണം എന്താണെന്നറിയാം? അവർ കഥ പറയും, അവരുടെ അനുഭവങ്ങൾ പറയും. ഈ കൊച്ചുങ്ങളൊക്കെ കിടന്ന് ഭയങ്കരമായിട്ട് പിന്നെ പരീക്ഷ തോറ്റേനെ ചാകാൻ തുടങ്ങുമ്പോൾ ജോലി പോയതാരാ ഞാനിപ്പോ എന്നൊക്കെ പറയുമ്പോ, അപ്പൊ എന്റെ കൊച്ചു മക്കളെ എന്തിനാ പിടിക്കുന്നേ? അപ്പച്ചൻ വല്ലതും ഉണ്ടായിരുന്നു? നമുക്കൊന്നും ഇല്ലായിരുന്നില്ല, കർത്താവില്ല തന്നെ എന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്ന ഒരു ധൈര്യം എന്തുകൊണ്ടാ? അവർക്കൊരു കുലുങ്ങാൻ നിൽക്കുന്ന ഒരു ഉറപ്പ് കിട്ടി. ഈ ഉറപ്പ് കൊണ്ടെത്തിക്കുന്ന ഒരു തലമുണ്ട്. ചെങ്കോലുകളെ ഒടിച്ചു കളയാനുള്ള അധികാരം കിട്ടും. ആദ്യം നമ്മൾ കുലുങ്ങാൻ വിശ്വാസം പറയും, ദൈവം ഉണ്ടെന്നുള്ളൊരു ബോധ്യം. നീതിമാന്മാരുടെ അവകാശത്തിലേക്ക് ദുഷ്ടന്റെ ചെങ്കോലെത്തുകയും. എന്നാൽ 126 കണ്ടു. ഇത് ഭയങ്കര വാക്യാണ്. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ എന്തുപോലായിരുന്നു? സ്വപ്നം കാണുന്നവരെ പോലെയാണ്. ഈ നമുക്കൊരു തിരിഞ്ഞുനോട്ടം ഉണ്ടായാൽ അവിടെ നമ്മൾ ഉറച്ചാൽ പിന്നെ സ്വപ്നം പോലെ നടക്കും. ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ എന്തുപോലെ നടക്കുക? സ്വപ്നം പോലെ ചെയ്യുന്നത്.
എന്തുകൊണ്ട് ഈ സ്വപ്നം എന്നൊക്കെ പറയുന്നത്? എപ്പോഴും ഓർത്തോളെ, സ്വപ്നങ്ങൾക്ക് ഇന്ന് ഞാൻ പറഞ്ഞില്ലേ 10 ചർച്ച ഒരു സ്വപ്നമാണ്. ഈ സ്വപ്നങ്ങൾ ഭയങ്കരമാണ്. സ്വപ്നം വേണം. ഈ സ്വപ്നങ്ങളിൽ എങ്ങനെ നമ്മൾ എത്തുക? ദർശനം, അധ്വാനം വേണം, പ്രാർത്ഥന വേണം. നല്ല സ്വപ്നങ്ങൾക്ക് 2 കാര്യങ്ങളാണ്. ഒന്ന് സ്വപ്നം വേണം, 2 സ്വപ്നം പോലാന്ന് പറയും. കഠിനമായിട്ട് അധ്വാനിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ വേണം. അല്ലാതെ വെറുതെ ഇരുന്ന് സ്വപ്നം വരുന്ന ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടും. നീ അതിനായിട്ട് എന്ത് ചെയ്യണം? കാത്തിരിക്കണം. അപ്പൊ അതിന്റെ പിന്നെ ഒരു കാത്തിരിപ്പൊക്കെ ഉണ്ട്. ചുമ്മാ സ്വപ്നം പറഞ്ഞിട്ട് സ്വപ്നം വരുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നമ്മുടെ ഒരു ദൈവമാണ് ഫുള്ള്. എന്നാലും നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കട്ടെ. ഞങ്ങളുടെ ഹോള് പണിയുമ്പോൾ ഈ സമയത്ത് വീട്ടിൽ നിന്ന് ആരാധിക്കുമ്പോൾ അന്ന് വന്നൊരു ദൈവദാസൻ ദൂത് പറഞ്ഞു, കുഞ്ഞോഞ്ചാ ഒരു പാവം പിടിച്ചൊരു മനുഷ്യൻ. ഞാൻ പ്രവചനത്തെ വിശ്വസിക്കുന്ന ഒരാളാണ്. പ്രവചനത്തെ 100% വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരു അപചം വന്ന് പാവം പിടിച്ചു ദൈവദാസൻ. താഴെ മുഴുവൻ ഹോളാണ്. കുഞ്ഞുവാഞ്ചാൻ ചവിട്ടി ഹോളിലോട്ട് കയറുന്നു. ഇവിടുന്ന് മുറ്റത്ത് നിന്ന് അന്ന് ഞങ്ങളുടെ വീടിനകത്ത് ആരാധിക്കുകയാണ്. താഴെ മുഴുവൻ കുറച്ച് റബ്ബർ നിൽക്കുന്നുണ്ട്. അത് അയാളുള്ള സ്ഥലത്തെല്ലാം 2 3 റബ്ബർ വെക്കുന്ന സമയത്ത് കുറച്ച് നേഴ്സറി പോലെ ഒരു തവാറിനെ അത് കിളത്ത് എല്ലാം കുറച്ച് റബ്ബർ സംഭവിച്ചു കേൾക്കണം പ്രിയരെ. അങ്ങനെ ഇരിക്കെ അത് 1980 എൻ്റെ ഓർമ്മ 83 84 സമയങ്ങളിലാണ്. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ന്യൂ ഇന്ത്യ ചർച്ച കൊണ്ട് ചേർന്നു. 84 85 ആയപ്പോഴത്തേന് ഹോള് വീട്ടിലെ നിറഞ്ഞ് അന്ന് ഈ 5-ാം അയക്കാട്ടുകാരെ അങ്ങനെ ആലപ്പാട്ട് അവിടെ വലിയൊരു ഉണർവുണ്ടായി. നിറഞ്ഞ് വീടിനകത്ത് ആരാനായി നിറഞ്ഞിരിക്കുമ്പോൾ ന്യൂ ഇന്ത്യ തമ്പിച്ചാൻ റാന്നിയിൽ ഒരു കൺവെൻഷൻ നടക്കുക, ഇവിടെ CMS ഗ്രൗണ്ടിൽ. അപ്പൊ തമ്പിച്ചാൻ ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, അപ്പൊ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തമ്പിച്ച ഒരു ദിവസം രാത്രി പക്ഷെ തമ്പി വന്ന് പപ്പയെ കണ്ടു പറഞ്ഞു, കുഞ്ഞോനെ റാന്നിയിൽ ഒരു ഉണർവുണ്ട്, ദൈവാത്മാവ് പറഞ്ഞു, അതുകൊണ്ട് നമ്മൾ ഈ മതിൽമേ ചെതറി കിടക്കുക, നമുക്കെല്ലാം ഇവിടെ ഒന്ന് ചെയ്യുന്നാലും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറഞ്ഞു. അപ്പം ദൈവാത്മാവ് ഒരു നിയമം കിട്ടി അങ്ങനെ തമ്പിച്ചാനുമായിട്ട് ചേർന്ന് മുമ്പോട്ട് പോയി പ്രവർത്തനം വിശാലമായി. അപ്പൊ അന്ന് നമുക്ക് പൈസയില്ല. അത് തമ്പിച്ചാണ്ട് പപ്പ പറഞ്ഞു, തമ്പിച്ച ആ ഒരു കാര്യത്തിൽ ഞാൻ താഴത്തെ ഹോള് തന്നെ ആ ഹോള് പണിയാണ് നാളത്തെ. അപ്പം തമ്പിച്ചാനും വന്ന് ഇടയ്ക്ക് കാണുമ്പോൾ മുറ്റത്തും എല്ലാം ആളിരിക്കുക, നമുക്ക് താഴെ കൂടെ എനിക്കാകെ തരാവുന്ന ഒറ്റ കാര്യമാണ്, സ്ഥലം തന്നേക്കാം. അപ്പൊ അത് റോഡ് സൈഡിലെ 10 സെന്റ് സ്ഥലം എഴുതി കൊടുത്തു. എന്നിട്ട് തമ്പിച്ചാൻ പറഞ്ഞു നമുക്ക് ഇവിടെ വലിയൊരു, അപ്പൊ പപ്പ ഒരു വെളിപ്പാട് കണ്ടു. ഈ 4 ബീം ഇങ്ങനെ ശ്രദ്ധിക്കണേ, ഇങ്ങനെ ബീം, അതായത് ഇങ്ങനെയാണ് ഹോള്, ഇങ്ങനെ 4 ബീം വാർത്ത ഹോള്, അതിനടിയിൽ 8 ഫാൻ കിടക്കുന്ന വെളിപ്പാട്. അപ്പൊ തമ്പിച്ചാൻ ഭയങ്കര സന്തോഷമായി വന്ന് ഹോള് പണിയാൻ തുടങ്ങി. എന്തിനാണ്? പില്ലർ അടിച്ച് ബീം വാർത്ത് ചെയ്യാൻ വേണ്ടി. കുറച്ച് കഴിഞ്ഞാൽ തമ്പിച്ചാന്ന് പറഞ്ഞു, ബീമും പില്ലറും ഒന്നും പാർക്കാൻ എന്റെ ഒന്നും സമയം, നമുക്കൊരു ഒറ്റക്കെട്ട കെട്ടി ഇടാം. അപ്പൊ പറഞ്ഞു പഠിച്ചു. പക്ഷെ ഞാൻ കണ്ടൊരു വെളിപ്പാടുണ്ട്, 4 ബീമും 8 ഫാൻ. ചുരുക്കത്തിൽ തമ്പിച്ചാൻ അവസാനം വന്ന് ഒറ്റക്കെട്ട കെട്ടാൻ വന്നിട്ട് പിന്നെ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇങ്ങനെ ചുരുക്കത്തിൽ 4 പ്രാവശ്യം അടിത്തറ പൊളിച്ച് അവസാനം പില്ലറിട്ട് അടിത്തറയിൽ നിന്ന് പില്ലർ പൊക്കി കിളത്തി ഒടുവിൽ 4 ഫാനും 8 ബീമും കൊടുത്തു. അങ്ങനെ കാലം മുമ്പോട്ട് പോയി. റൂത് കിടക്കുന്ന എന്താ? വീട്ടിൽ നിന്ന് അങ്ങോട്ട് കയറും. വീട്ടിൽ നിന്ന് കയറും. കാലം കുറേ പോയപ്പോൾ 2001 ചിങ്ങവനത്ത് പാർശ്വം PV ആശാരി ഉപദേശി ഒരു ശുശ്രൂഷിക്കുന്നത് ഭയങ്കര അനുഗ്രഹം. അപ്പൊ ആശാരി ഉപദേശി അവിടെ വന്നപ്പോ പുള്ളിയുടെ സന്തോഷമില്ല, ഒത്തിനോളം റാന്നി വന്നിട്ട്. അപ്പൊ എന്റെ പപ്പ പറഞ്ഞു, നമുക്ക് റാന്നി ഒരു യോഗം നടത്തിയേക്കാം. അങ്ങനെ ഇവിടെ വന്നൊരു യോഗം നടത്തി. യോഗം അനുഗ്രഹം. അപ്പൊ നമ്മളൊരു കൺവെൻഷൻ വെച്ചപ്പം ഇപ്പൊ എന്നെ അറിയാവുന്നവർക്കറിയാം, ഞങ്ങളുടെ വീടിന്റെ മുറ്റത്ത്, അതായത് വീട് ഇങ്ങനെ ആണെങ്കിൽ വീടിന്റെ സൈഡില് ആശാരി ഉപദേശിയുടെ സ്റ്റേജ് ഇട്ടു. എന്നിട്ട് താഴോട്ട് ഹോള്, ആ ഹോളിന്റെ ഇടയ്ക്ക് താഴെയാണ് ഹോൾ, അതിനിടയ്ക്ക് 2 ഈടി. ആ ഈടിയിലെ റബ്ബറെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് ഈ ഈടിക്കകത്ത് ആൾക്കാരിരിക്കും. അപ്പൊ എന്റെ കൂടെ ഞങ്ങളുടെ ഒരു അച്ചായനുണ്ട്, കടക്കിലെ സഹിച്ച പുള്ളിക്ക് ഒരു പ്രശ്നമാണ്. പുള്ളി തീരുമാനിച്ചതാണ് അത് ചെയ്തിരിക്കും. അങ്ങനെ ഒരു മനുഷ്യനാണ് ആ പുള്ളി എന്ത് ചെയ്തു, ഒറ്റ രാത്രി കൊണ്ട് ഈ പഴയ ഹോളിന് മണ്ടയ്ക്കോട്ട് കയറാൻ എയർപോർട്ടിൽ കയറുന്ന പോലെ ഒരു സ്റ്റെയർ കേസ് രാത്രി വെൽഡ് ചെയ്തുണ്ടാക്കി. അതിന്റെ ചുറ്റും വേലിയെല്ലാം കെട്ടി ഇത് ബാൽക്കണിയാക്കി. അപ്പൊ ഭയങ്കര രസമാണ്. ബാൽക്കണിയിലോട്ട് ആള് കയറുന്നു. വീടിന്റെ മുറ്റത്ത് സ്റ്റേജ്, നടുക്ക് ആള്, ബാൽക്കണി ആള്. യോഗം നടക്കുകയും മഴ പെയ്തപ്പോൾ അന്നത്തെ ആവശ്യം പറഞ്ഞു, നാളെ ഇവിടെ യാഗം നടക്കും, പന്തലിടുന്നു. രാത്രി മാളിക്ക് എരുമേലിന്നൊരു ആളെ കൊണ്ടുവന്ന് ഒറ്റ രാത്രി കൊണ്ട് ദിവസം പകല് കൊണ്ട് പന്തലിട്ട് യോഗം നടത്തി ആവേശമായപ്പോൾ ശനിയാഴ്ച രാത്രി ആശാരി വെച്ച് പറഞ്ഞു, നാളെ ഇവിടെ യോഗം നടക്കുന്ന ഈ പന്തലിലാണെന്ന് പറഞ്ഞു. അത് പുള്ളി അങ്ങ് ഡിക്ലെയർ ചെയ്യാം, നമ്മളോട് ചോദിച്ചു. ചുരുക്കത്തിൽ യോഗം നടത്തി പന്തലിൽ ആള് വന്നു. അന്ന് കുറേ മർത്തോമക്കാരി ആശാരി ഉപദേശിച്ച് കാണാൻ വന്നു. പുള്ളി പറഞ്ഞു, ഇവിടെ കൂടാരം അടിക്കാൻ പോവുകയാണ്.
ഒറ്റക്കെട്ട്. ഇവിടെ കാറ്റാടി കഴുത ഷീറ്റ് ഇട്ട് കൂടാരം അടിക്കാൻ പോവാണ്. ഒരു കട വേണം, 500 രൂപ, 10 കട, പൊക്കട അപ്പൊ ഈ ഓരത്തെ ചോദിച്ചാന്നൊക്കെ പറഞ്ഞു. അത്തമ്മക്കാരെ നോക്കിയിരിക്കുന്നു, ആചാര്യ വിശ്വ പത്താനാല്. ചുരുക്കത്തിൽ അവരെ എല്ലാം കഴക്ക് കൈ കൂട്ടി പറഞ്ഞു ആലയത്തിന് തൂണുവാകും പറഞ്ഞു. ചുരുക്കത്തിൽ അവരെല്ലാം ഇന്ന് വിശ്വാസികളാണ്, അത് വേറെ സത്യം. ഏതായാലും പുള്ളി ഒരു പിരിവെടുത്തപ്പോ എന്റെ പൊന്നെ പണിയാൻ വന്നപ്പോ ഒരാൾ വന്ന് പറഞ്ഞു, നമ്മുടെ ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞു, വെല്ലുവിളിയുടെ തൊട്ട് കീഴേല അവിടെ കൂടാരം അടിച്ചിട്ട് നെറ്റടിക്കരുത്, നാണക്കേട കോഴിക്കൂടാ, നമുക്ക് നന്നായിട്ട് ചെയ്യാന്ന് പറഞ്ഞു. ചുരുക്കത്തിൽ വാർക്കാൻ വന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത്, ഞങ്ങളുടെ പഴയ ഹോളിന് നമ്മൾ തന്നെ എഞ്ചിനീയർ, അതുകൊണ്ട് ക്രോസ് ബീം ഇല്ല, പൊളിച്ചാൽ ഇത് താഴെ പോകും. അതിനൊരു കാര്യം ചെയ്ത് അവസാനം വന്ന ആളൊരു ബുദ്ധി പറഞ്ഞു തന്നു, ചേർത്ത് വായിക്കുക, അടി പാർക്കിങ്, മണ്ണ് മാറ്റാം, മേളിൽ ഹോള്. ചുരുക്കത്തിൽ എൻ്റെ അപ്പനും അമ്മയും മരിക്കുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് ചവിട്ടി കയറി. ഒറ്റ കാര്യം എനിക്ക് പറയാൻ കഴിയും, ദൈവം ഒരു ദർശനം തന്നാൽ സ്വപ്നം പോലെ നടക്കും. നമ്മൾ ഓർത്തിരുന്നാൽ യഹോവ സീയോന്റെ പ്രവാസികളെ മടക്കി വരുത്തി. ഞങ്ങൾ സ്വപ്നം കാണും. പക്ഷെ പറയുന്ന ഒരു കാര്യമുണ്ട്, കണ്ണീരോടെ വിതച്ചു ആർപ്പോടെ. ഞാൻ ദർശനങ്ങളെ വിശ്വസിക്കുന്നവൻ, എളിയവൻ, ബലഹീനൻ. പക്ഷേ എന്നോട് കർത്താവ് പണ്ട് പറഞ്ഞു, നീ TV പ്രസംഗിക്കും, എന്റെ റേറ്റ് ഒക്കെയാണെന്നറിയാം, അതൊക്കെ പ്രസംഗിക്കണമെങ്കിൽ നമ്മളെ ഇവിടുന്ന പൈസ. പക്ഷെ കോവിഡ് വന്നപ്പോൾ എന്നെ ഇങ്ങോട്ട് ഞാനൊരു പ്രാർത്ഥിക്കണ ആരണ്ടൊക്കെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഫ്രണ്ട്സോട് പ്രാർത്ഥിക്കാൻ. പിന്നെ അവിടെ തുടങ്ങിയ യാത്രയിൽ എനിക്കൊരു കാര്യം അറിയാം, യഹോവ ഒരു കാര്യം ചെയ്ത സ്വപ്നം കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ. പക്ഷേ എളിയവനും കുറവുള്ളവനും ബലഹീനമായ ദാസൻ തിരിഞ്ഞു നോക്കിയിട്ട് ഈ രാത്രി ഒരു കാര്യം പറയും, യഹോവ എന്റെ പക്ഷത്തില്ലായിരുന്നു. ഞാൻ എവിടെ പോകുന്നു, ഒഴുക്കിക്കളഞ്ഞില്ല തന്നെയല്ല, സ്വപ്നം പോലെ തമ്പുരാൻ പറഞ്ഞതെല്ലാം നടന്നു തരുന്നുണ്ട്. something like a dream, something like a dream. കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. വിത്ത് ചുമന്ന കരഞ്ഞു കൊണ്ടുപോയി വലിയൊരു പ്രഭാഷണം നടത്തിയൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം, യഹോവ പക്ഷത്തുണ്ടോ, വെള്ളം വരും, അത് പോവും. രണ്ട്, തിരിഞ്ഞു നോട്ടം ഒരു ഉറപ്പ് തരും. ദൈവം ഒരു കാര്യം പറഞ്ഞ കുറെ നാള് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോ ഇതൊക്കെ എങ്ങനെ നടന്നു? സ്വപ്നത്തിലെന്ന് പറഞ്ഞു. ചിലരുടെയൊക്കെ ഒരു ഫേസ് ഉണ്ട് കേട്ടോ, കണ്ണീരിന്റെ ഒരു ഫേസ്. കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ. അതുകൊണ്ട് ഇതൊക്കെ അയ്യ പാടുന്നു, കണ്ണീര് വീണാൽ ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന ഒരു താമൻ, തുരുത്തി നിറയുമ്പോ അളന്നെടുത്ത് അനുഗ്രഹമേകുന്ന ഒരു യേശുണ്ട്. പക്ഷെ പിന്നത്തേത് കേൾക്കുന്ന ഒരു കാര്യം, യഹോവ അവന് വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നുവെന്ന് ജാതികളുടെ ഇടയിൽ പറയും. യഹോവ അവരിൽ വൻകാര്യങ്ങൾ ചെയ്തു. കണ്ണുകളെല്ലാം അടച്ച് പ്രാർത്ഥിക്കും. പണികളുടെ തുടർമയാ. 127 ദൈവം വീട് പണിയുക, 128 ദൈവം മക്കളെ പണിയുക. എന്റെ ദൈവത്തെ പോലെ വാക്ക് പറഞ്ഞ ഞാൻ പറയുന്നത്, യഹോവ കൂടിയില്ലായിരുന്നെങ്കിൽ ഇത് സംഭവിച്ചില്ലേ?
രണ്ട്, ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. ഇങ്ങനെ സ്വപ്നം പോലെ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്താൻ കാര്യമുണ്ട്. എസ്രാ മുതലായ പ്രവാചകന്മാർ പറയുന്നു, എസ്രയുടെ പുസ്തകമൊക്കെ വായിക്കണം. യെരമ്യാവ് പറയുന്നത്, ഞാൻ എൻ്റെ ദാസനായ ഉണർത്തും. ആരാ? വിജാതനായ പേർഷ്യൻ രാജാവ് കൊരസ് സൈറസ്. സൈറസ് പറഞ്ഞു, വിജാതീയനാണ്, യഹൂദനല്ല. വിജാതീയനായ സൈറസ് പറയുന്നു, എന്റെ ദൈവത്തിന് ആലയം പണിയണം, പോകുന്നവര് പൊക്കോണം, ഇഷ്ടം പോലെ സമ്മാനം തന്നുകൂടാ. പ്രവാചകൻ പ്രവചിച്ചു ഇതെല്ലാം സംഭവിക്കുന്നു. ഇഷ്ടം പോലെ സമ്മാനമായി ആലയം പണിയാൻ തിരിച്ചു വന്നപ്പോൾ ആലയത്തിന്റെ മഹത്വം കണ്ട പ്രായമുള്ളവരുണ്ട്, ആലയത്തെക്കുറിച്ച് കേട്ട കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് ആലയം കണ്ടിട്ടില്ല. ആലയത്തിന്റെ മഹത്വം കണ്ടവർക്ക് ഒരാഗ്രഹമുണ്ട്, മരിക്കുന്നതിന് മുമ്പ് ഇതൊന്ന് കാണും. ആലയത്തിന് അടിസ്ഥാനം കേട്ടപ്പോൾ അവർക്ക് കരഞ്ഞു. അവരൊരു കാര്യം പറയുക, ഇതെല്ലാം ഒരു സ്വപ്നം പോലെ. പ്രവാചകൻ പറയും, വിജാതീയനായ പ്രവാചകൻ രാജാവ് പറയുന്നു, ആലയം പണിയാൻ എന്റെ ദൈവമായ യഹോവ എനിക്ക്. വിജാതീയനായ രാജാവ് അത് പറയും 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 യഹോവ ഒരു സ്വപ്നം കൊടുത്താൽ ദൈവത്തിന് അതിന്റെ വഴിയുണ്ട്. ഈ ഹാസ് ഹിസ് ഓൺ വേസ്. നമ്മുടെ വഴികളല്ല, എന്റെ വഴികളല്ല നിന്റെ വഴി. ആകാശം ഭൂമിക്ക് ഞാൻ ഓരോ ദിവസവും എളിയവൻ ഇതനുഭവിക്കുന്നു. യഹോവ സ്വപ്നം തന്നാൽ ഒറ്റ കാര്യം ചെയ്താൽ മതി, കണ്ണീരോട് വിതച്ചാൽ ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കും. നാം കൂടെ പോയി കണ്ണുകളെല്ലാം അടച്ച് പ്രാർത്ഥിച്ച് മറക്കരുത്, യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നു. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ അവർ നീ something like a dream. എല്ലാം ഒരു സ്വപ്നം. സ്വപ്നത്തിൽ കാണുന്ന എന്താ? പ്രാപ്തിക്കപ്പുറമുള്ള കാര്യങ്ങൾ. എന്റെ ദൈവമേ, അങ്ങനെ തന്ന കൃപ എന്നുകൊണ്ട് ഓർമ്മകൾ യോവാന്റെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ ഓരോരുത്തരുടെയും ഓരോ സാക്ഷികൾ. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ സാക്ഷിയുണ്ട്. നിങ്ങളത് ഓർക്കണം, പങ്കുവയ്ക്കണം, പറയണം, യഹോവന്റെ പക്ഷത്തില്ല. വെറുതെ അല്ല കേട്ടോ, ഇനിയൊരു ദൗത്യമുണ്ട്. ദൈവം മടക്കി വരുത്തിയത് ആലയം പണിയാനാണ്. നമുക്ക് എല്ലാവർക്കും ദൈവരാജ്യത്തെ റോളുണ്ട്. എന്തിനാ ഇസ്രായേലിനെ മടക്കി വരുത്തിയത്? ആലയം പണിയാൻ. ആലയം പണിതാൽ എന്താ സംഭവിക്കും? 127 യഹോവ വീട് പണി. നീ എന്റെ കാര്യം നോക്കിയാൽ ഞാൻ നിന്റെ കാര്യം നോക്കും. നീ എന്റെ കാര്യം നോക്കുമ്പോൾ ഞാൻ നിന്റെ കാര്യം. നീ എന്റെ കാര്യം നോക്കുമ്പോൾ ഞാൻ നിന്റെ കാര്യം നോക്കും. നോക്കത്തില്ലേ? നോക്കും. ആലയം പണിതാൽ മതി. ഞാൻ അങ്ങനെ ഒരു വലിയ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ഒരാളല്ല. പക്ഷെ കർത്താവ് ധാരാളം പൈസ പലപ്പോഴും നമ്മുടെ കാര്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ ഒന്നും കാണത്തില്ല. അതുകൊണ്ട് ഉണ്ടാകുമ്പോൾ കാണും, ചിലപ്പോൾ ഒന്നും കാണത്തില്ല. ഇതൊക്കെ നമ്മുടെ ശുശ്രൂഷ ജീവിതത്തിന്റെ ഒരു ഭാഗം. എന്നാലും കുഞ്ഞ് എൻ്റെ മോന് +2 കഴിഞ്ഞപ്പോൾ കാരുണ്യയിൽ അഡ്മിഷൻ എടുത്തു. നമ്മൾ ഈ യഹോവ പറയുന്നൊരു കാര്യമാണ്, നീ എന്റെ കാര്യം നോക്കിയാൽ ഞാൻ നിന്റെ വീട് പണിതോളാം. വീണ്ടും ഞാനൊരു സംഭവം പറയാം, പുറത്തുനിന്നൊക്കെ പറയുന്നു. അപ്പൊ ഇങ്ങനെ വീട്ടിൽ എനിക്ക് വൈകിട്ട് പൗരുഷം പോകണം. ഉച്ചയ്ക്ക് ഞാൻ കിടന്ന് ഉറങ്ങി, ചക്ര നിരന്ന് ഉറങ്ങി. ഞാൻ വന്നപ്പോൾ 4 മണിയാവും. ഒരു 5 മിനിറ്റ് 10 ഒന്നും ഫ്രഷ് ആയിട്ട് അല്ല, പിന്നെ അവിടെ നിന്ന് കൊണ്ടുപോയി വിട്ടിരിക്കുക, എന്നൊന്ന് ഉറങ്ങിയിട്ട് മാത്രം. ഉറക്കത്തിരിക്കുമ്പോൾ എന്നെ ഭാര്യ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് രാത്രി ഒരു ദിവസമുണ്ട്, നാളെ ഉണ്ട്, പിന്നെ ഇവിടെ ഇല്ല, പിന്നെ പോയാൽ പിന്നെ കുറേ ദിവസം അടുപ്പിച്ച് വിടുന്നത് നടത്തില്ല. അതുകൊണ്ട് കൊച്ചിന്റെ അഡ്മിഷന്റെ കാര്യം ക്ലോസ് ആവും. എന്താ ചെയ്യേണ്ട തീരുമാനം? ഇന്ന് രാത്രി കോയമ്പത്തൂർ പോകണം. പോയിട്ട് അവിടെ പോയി കോളേജ് കണ്ട സാർമാരെ കണ്ട അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കണം. ആണോ? അതായത് ഇന്ന് രാത്രി പോകണം. ഇന്ന് രാത്രി പോയേ ഒക്കത്തുള്ളൂ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞാണ്, അവരെ അമ്മമാരില്ല, അവർക്ക് കൊച്ചുങ്ങളുടെ കാര്യത്തിൽ നമ്മളെക്കാരെയും കുറച്ചുകൂടെ അവരെ കാര്യങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്ന് പോകണമെങ്കിൽ എങ്ങനെ പ്ലസ് എന്റെ വണ്ടിക്കൂലി ഫീസ് അടിക്കാൻ പൈസ ഇല്ല, പിന്നെ എങ്ങനെ പോകുന്നത്? ഫീസിന്റെ കാര്യം.
അതും പറഞ്ഞൊരു കാര്യം, ഇന്ന് പോകണം, പോയില്ല ഒക്കത്തില്ല, കാരണം പിന്നെ ഇവിടെ ഇല്ല, കൊച്ചിന്റെ അപ്പയുടെ കാര്യം അവിടെ ക്ലോസ് ആകും. അവർ വിളിച്ചു പറഞ്ഞു യേശുവർമ്മ പറയണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അവിടെ വിളിക്കുകയൊക്കെ ചെയ്താൽ ശരി. അപ്പൊ ഞാൻ ഉറക്കത്തിൽ കിടന്നു പറഞ്ഞു യഹോവ ഇല്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനങ്ങ് പൗർഷിൽ പോയി ചെന്നപ്പോൾ തൊട്ട് എനിക്ക് അത് കഴിഞ്ഞിട്ട് ഒരു വീട്ടിൽ കയറണം. എന്നെ ഇവിടുന്ന് വിളിയോട് വിളിയാ, ജിബിനെല്ലാം വിളിക്കുന്ന ചെങ്ങുന്നൊന്നും ഒരു അമ്മച്ചി വിളിക്കുന്നു. അമ്മച്ചിയാണ്, 90 വയസ്സെടുക്കാറായി. 90 വയസ്സെടുക്കാറായി. അപ്പൊ ഈ അമ്മച്ചി ഇടയ്ക്ക് പൗർഷിൽ കൊണ്ട് മർദ്ദമക്കാർ അമ്മച്ചി ഇവര് ഈ ബ്രാഹ്മണ ഫാമിലി എന്നാ പറയുന്നത്. ആറന്മുളയിലെ ഒരു ബ്രാഹ്മണ പശ്ചാത്തലം ഉണ്ടായിരുന്ന കുടുംബത്തിൽ നിന്ന് വന്ന അവിടെ വല്യപ്പനൊരു മരമൺ സുവിശേഷ സംഘത്തിന്റെ പ്രഥമ ഉപദേശിയായിരുന്ന ഒരു കുടുംബത്തിൽപ്പെട്ട അമ്മച്ചിയാണ് മൊത്തമക്കാരൻ. 90 ഏകദേശം 90, നല്ലൊരു അമ്മച്ചി, കൊല്ലത്തത് ഒരു അമ്മച്ചി, 2 മക്കളുണ്ട്. അപ്പൊ അമ്മച്ചി എന്നെ കാണണമെന്ന് പറഞ്ഞു. അപ്പൊ അമ്മച്ചി എന്തിനാ എന്നെ കാണുന്നേ? അമ്മച്ചി പൗർവിഷന് കോൺട്രിബ്യൂഷൻ കൊടുക്കും, അത് എൻ്റെ നേരത്തോട് ഞാൻ ചെന്ന് മേടിക്കണം, അമ്മച്ചിക്ക് ഒരു സന്തോഷം. എൻ്റെ പൊന്നെ, എനിക്ക് സമയമില്ലാത്ത സമയത്ത് അമ്മച്ചി പറഞ്ഞു ഇന്ന് രാത്രി അമ്മച്ചിയുടെ ഭർത്താവ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ്. അപ്പൊ അതിന്റെ ദേശം ഈ പെൻഷൻ കിട്ടുമ്പോഴാണ് അമ്മച്ചി ചെറിയൊരു തുക ചെറുതും വലുതായിട്ടൊക്കെ പൗർഷം കൊടുക്കും. ഞാൻ ചെന്ന് മേടിക്കണം എന്നുള്ളതാണ് അമ്മച്ചിയുടെ ആഗ്രഹം. അമ്മച്ചി എനിക്ക് എന്നോട് താല്പര്യം. ചക്കാരെ അമ്മച്ചി വിളിക്കുന്നു, പ്രിൻസിപ്പാൾഷെയറിന് അമ്മച്ചി വിളിക്കുന്നു, പ്രിൻസിപ്പാൾഷെയറിന് അമ്മച്ചി വിളിക്കുന്നു, പ്രിൻസിപ്പാൾഷെയർ ഇവിടുന്ന് ജിബിനെല്ലാം എന്നെ വിളിക്കുകയാണ്. അമ്മച്ചി കൂടെ വിളിക്കുന്നു. ഇന്ന് കാണും. കോയമ്പത്തൂർ പോകണം, അമ്മച്ചി എടുത്ത് പോകണം. ഞാൻ രാത്രി ഇപ്പൊ കോയമ്പത്തൂർ കാര്യം ഒന്നും മിണ്ടുന്നില്ല, കാരണം എൻ്റെ പൈസ ഇല്ലത്. ഞാനിവിടെ രാത്രി ചെറുതൂരി എന്നപ്പോ അമ്മച്ചി ചോദിക്കുക 90 വയസ്സുണ്ട് കേട്ടോ. അമ്മച്ചി കണ്ടു ചോദിച്ചു, മോൻ പാസ്സായില്ലേ? പാസ്സായി. എന്താ ചെയ്യുന്നത്? അമ്മച്ചി പഠിപ്പിക്കണം, കാരുണ്യം വിടണമെന്നുണ്ട്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. ആണോ? അങ്ങനെ ഞാൻ ഈ സ്വസ്ഥതയില്ലാതെ പഠിച്ചത് ബുദ്ധിമുട്ടെടുത്ത് കൊച്ചിനെ പഠിപ്പിക്കാനുള്ളത് ഞാനാ ചെയ്യുന്നേ. എത്ര ഫീസിന്റെ ചെക്ക് എഴുതി തന്നു. ചെക്ക് എഴുതി തന്നു. ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുക്കും. അതിനെ ഞാൻ ഈ വിളിച്ച് ഒറ്റ കാര്യം ആവശ്യപ്പെട്ടുള്ളൂ. ഞാൻ മരിച്ച പെൻഷൻ തീരും. പെൻഷൻ തീർന്ന പിന്നെ ഭർത്താവിന്റെ പെൻഷൻ ഭാര്യയ്ക്ക് കിട്ടും. പക്ഷെ ഞാൻ മരിച്ച പെൻഷൻ കിട്ടത്തില്ല. ഇന്ന് ഈ അമ്മച്ചി ഒറ്റ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുള്ളൂ, അവന്റെ പഠിത്തം തീർന്നിട്ട് മരിക്കാം, അവന്റെ പഠിത്തം തീർന്നിട്ട് മരിക്കാം. മരിച്ച പിന്നെ പെൻഷൻ കിട്ടുന്നില്ല. പിള്ളേരും പറയും അമ്മച്ചി അതില് പെൻഷൻ കിട്ടും, പെൻഷൻ കിട്ടിയ പഠിത്തം നടക്കും. ആരും അറിയാത്ത ഒരമ്മ എന്റെ മോന് വേണ്ടി മരിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുക. ഞാൻ എന്തുമാത്രം പേരെ പഠിപ്പിച്ചു. അഹങ്കാരം പറയുക. നീ എന്റെ കാര്യം നോക്കുമ്പോ ഞാൻ നിന്റെ കാര്യം നോക്കും. നീ എന്റെ പണി ആനയെ പണി, ഇപ്പൊ ഞാൻ നിന്റെ വീടും. ചിലപ്പോ നമുക്ക് തോന്നും ഇതൊക്കെ എന്താ, പക്ഷെ അപ്പോൾ ഓർത്തോ കുലുകാതെ പ്രാർത്ഥിച്ചു. അമ്മച്ചി മരിച്ചില്ല, മരിക്കാതിരിക്കണം, 1 വർഷം കൂടെ. അമ്മച്ചി പറഞ്ഞു 1 വർഷം കൂടെ അല്ല, PG വേണ്ട ഞാൻ പഠിപ്പിക്കാൻ, ചാകാതിരുന്നാ മതി. ഒരൊറ്റ കാര്യം ആഗ്രഹിക്കുന്നു, ഞാൻ മരിച്ച പിന്നെ അങ്ങനെ പഠിപ്പിക്കും. നീ എന്റെ കാര്യം നോക്കിയാൽ ഞാൻ എന്റെ കാര്യം നോക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന്. ഒറ്റ കാര്യം നീ ആഗ്രഹിക്കുന്നുള്ളൂ, കണ്ണീരോടെ വിതയ്ക്കുന്നവർ. കൂടെ പോയി വ്യക്തി ഒന്ന് കരഞ്ഞുകൊണ്ട് പോയി, കറ്റയൊന്ന് കരഞ്ഞുകൊണ്ട് സന്തോഷിക്കുന്നു. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുരുങ്ങാൻ നിൽക്കും. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരും. യഹോവ എന്റെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ സ്വപ്നം കാണുന്നവരെ പോലായിരിക്കും. യഹോവ വീട് പണിയാതിരുന്നാൽ പണി നിർബന്ധാർത്ഥം. പ്രാർത്ഥിക്കാം. പിതാവെ സഹായിക്കണം. എല്ലാ കാരുണ്യത്തിനായി, എല്ലാ കൃപയ്ക്കുള്ള നന്ദി. ഉപവാസപ്രാർത്ഥനയിൽ എളിവനായ ദാസൻ എല്ലാ ബലഹീനതകളുടെയും കുറവുകളുടെയും ദൈവം തന്ന ഒരു സന്ദേശം പങ്കുവെച്ച് അത് ഈ ജനത്തിൽ ഉറപ്പായി അനുഗ്രഹമായി മാറണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. God bless you. Thank you. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.